بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين സമാധരണീയരായ സാദാത്തുക്കൾ, പണ്ഡിതർ, സഹപ്രവർത്തകർ, സുഹൃത്തുക്കൾ, ലോകം മനുഷ്യരുള്ള എല്ലാ ഇടങ്ങളിലും തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചർച്ച ചെയ്യപ്പെടുകയും പഠനവിധേയമാക്കപ്പെടുകയും ചെയ്യുന്ന പുതിയ കാലഘട്ടത്തിൽ കേരളത്തിലെ ഇസ്ലാമിക പ്രസ്ഥാനം രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന തിരുനബി സ്നേഹ സദസ്സിലാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. എൻ്റെ ആദരണീയരായ നേതാവ് ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾ വളരെ പ്രധാനപ്പെട്ട വളരെ കാര്യങ്ങൾ ഇവിടെ സംസാരിക്കുകയുണ്ടായി. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന വിവിധ മതസ്ഥരും മതമില്ലാത്തവരുമായ സഹോദരങ്ങളോട് ആമുഖമായി എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, ഇസ്ലാം ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ മതമല്ല. അതുകൊണ്ട് തന്നെ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ നേതാവുമല്ല. മനുഷ്യൻ എന്നതാണ് ഇസ്ലാമിൻ്റെ ചർച്ച ചെയ്യപ്പെടുന്ന പ്രമേയം. മനുഷ്യന് വേണ്ടിയാണ് ഇസ്ലാം സംസാരിക്കുന്നത്. മാനവികതയാണ് ഇസ്ലാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അതുകൊണ്ട് തന്നെ മനുഷ്യ വിഭാഗത്തിൽപ്പെട്ട മുഴുവൻ ആളുകളോടുമാണ് ഇസ്ലാം സംസാരിക്കുന്നത്, മതം ലക്ഷ്യം വെക്കുന്നത്. മനുഷ്യരെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള, മനുഷ്യനെ ഉണർത്തിയെടുക്കാനുള്ള വളരെ ബോധപൂർവമുള്ള ശ്രമമാണ് ഇസ്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ ലോകം കണ്ടതിൽ ഏറ്റവും വലിയ മനുഷ്യഹത്യയാണ്, വംശഹത്യയാണ് ലോകത്ത് നടക്കുന്നത്. ഇതുവരെ ചരിത്രത്തിൽ ഒരിടത്തും അടയാളപ്പെടുത്തിയിട്ടില്ലാത്ത വിധം ലക്ഷക്കണക്കിന് മനുഷ്യരെ ചുട്ടുകൊണ്ടുകൊണ്ടിരിക്കുന്നത് ലോകം നിസ്സംഗതയോടുകൂടി നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ, ഈ സംഘർഷങ്ങൾക്കിടയിലും യൂറോപ്യൻ രാഷ്ട്രങ്ങളിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു മഹാത്ഭുതമുണ്ട്. അത് മറ്റൊന്നുമല്ല, കഴിഞ്ഞ 1.5 വർഷമായി ലക്ഷക്കണക്കിന് മനുഷ്യരെ പട്ടിണിക്കിട്ട് കൊന്നുകൊണ്ടിരിക്കുന്ന ദുരന്തഭൂമി ഒരു ഭാഗത്ത് വേദനയോടുകൂടി നമ്മെ വിളിച്ചുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് തന്നെ യൂറോപ്യൻ രാഷ്ട്രങ്ങളിൽ വ്യാപകമായി ഇസ്ലാം വായിക്കപ്പെടുകയും ഇസ്ലാം വിലയിരുത്തപ്പെടുകയും ഇസ്ലാം സ്വീകരിക്കപ്പെടുകയും ചെയ്യുന്ന അഭിമാനകരമായ അന്തരീക്ഷം ലോകഭൂപടത്തിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ 1.5 വർഷത്തെ പോലെ ഇസ്ലാം വായിക്കപ്പെട്ട മറ്റൊരു കാലഘട്ടവും അടുത്ത കാലങ്ങളിലൊന്നും ഇസ്ലാമിക ലോകത്ത് കഴിഞ്ഞു പോയിട്ടില്ല. എന്തുകൊണ്ടായിരിക്കും ആളുകൾ ഇസ്ലാമിലേക്ക് ഇപ്പോഴും ആകർഷിക്കുന്നത്? വ്യാപകമായി വേട്ടയാടപ്പെടുന്ന ഒരു ജനസമൂഹത്തിന്റെ കൂടെ നിൽക്കാൻ, അബാബിൽ പക്ഷികൾക്കൊപ്പം വെടിയുണ്ടകൾക്ക് വിരിമാറ് കാണിക്കാൻ, മനോധൈര്യം കാണിക്കാൻ എന്തുകൊണ്ടായിരിക്കും ലോകത്തിലെ ബുദ്ധിജീവികളും ചിന്തകന്മാരും കടന്നു വരുന്നത്? എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ആൾബലം കൊണ്ടും സായുധ ബലം കൊണ്ടും സാമ്പത്തിക ശക്തി കൊണ്ടും മാനവികതയുടെ സകല മൂല്യങ്ങളും തകർത്തടിയപ്പെടുന്ന പുതിയ അന്തരീക്ഷത്തിലും ഇസ്ലാമിന്റെ കൂടെ നിൽക്കുവാൻ, അഭിമാനം കണ്ടെത്താൻ ഇസ്ലാമിന്റെ പുറത്തു നിന്നുള്ള ബുദ്ധിജീവികൾക്ക് സാധിക്കുന്നതിൽ ചില രഹസ്യങ്ങളില്ലേ? ഇവിടെയാണ് ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന നല്ലവരായ സഹോദരങ്ങളോട് ഞാൻ പറയുന്നത്, നിഷ്പക്ഷമായി ഇസ്ലാമിനെ പഠിക്കുവാനുള്ള വിശാലമായൊരു മനസ്സ് നമ്മൾ കാണിച്ചാൽ നമ്മൾക്കിടയിലുള്ള അകൽച്ച ഇല്ലാതെയാകുമെന്നതുകൊണ്ട് തന്നെ
നിങ്ങൾ ഏതു മതത്തിൽ നിന്നായും ഏത് വിശ്വാസധാരയെ ഉയർത്തിപ്പിടിച്ചാലും പരസ്പരം പഠിക്കുവാനുള്ള അവസരങ്ങൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് എന്ന് മാത്രം സൂചിപ്പിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വിശുദ്ധ ഇസ്ലാം എന്താണ് ലോകത്തോട് സംസാരിക്കുന്നത്? ഈ ഇരിക്കുന്നവരൊക്കെ സാമൂഹ്യ ജീവികളാണ്. നമ്മുടെ വീട്ടിൽ നാം വളർത്തിക്കൊണ്ടിരിക്കുന്ന കോഴികളെ പോലെയല്ല, ആടുകളെ പോലെയല്ല, ആനകളെ പോലെയല്ല മനുഷ്യൻ. ഇനി നിങ്ങൾ ധരിച്ചിരിക്കുന്ന ചെരുപ്പ് അത് നിങ്ങളുടേതല്ല. നിങ്ങൾ ധരിച്ചിരിക്കുന്ന വസ്ത്രം നിങ്ങൾ നെയ്തെടുത്തതല്ല. നിങ്ങളുടെ കയ്യിൽ കിടക്കുന്ന വാച്ച് ഈ വടുതലക്കാരുടെ സംഭാവനയല്ല. നിങ്ങളുടെ ഈ ശരീരത്തിൽ വെച്ചിരിക്കുന്ന ഓരോ വസ്തുക്കളും എടുത്തു പരിശോധിച്ചാൽ നിങ്ങൾ ഇരിക്കുന്ന ചെയറും നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണവും അതിനുപയോഗിക്കുന്ന ഗ്ലാസും അടക്കം ഈ ഒരു മിനിറ്റിൽ മാത്രം 100 കണക്കിന് വസ്തുക്കളെ ഉപയോഗപ്പെടുത്തിയാണ് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. ആ 100 കണക്കിന് വസ്തുക്കളെ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് 10,000-കണക്കിന് തൊഴിലാളികളുടെ അധ്വാനവും വളരെ ഫാക്ടറികളുടെ പിന്തുണയും നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അതേസമയത്ത് ഒരു കോഴിയെ സംബന്ധിച്ചിടത്തോളം ഒരു ചെരുപ്പിനെ കുറിച്ച് ഇന്നലെ വരെ അവർ ആലോചിച്ചിട്ടില്ല. ഒരു കോഴിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഷർട്ടിനെ കുറിച്ച് ചിന്തിക്കേണ്ട ഗതികേടുണ്ടായിട്ടില്ല. മനുഷ്യരിൽ ഈ സാമൂഹികമായ ബന്ധങ്ങൾ വലിയ തോതിൽ സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുമ്പോ താഹിർ സഖാഫിയുടെ സുഖകരമായ ജീവിതത്തിന് ഈ ഭൗമമണ്ഡലത്തെ ഞാൻ ഉപയോഗപ്പെടുത്തുന്ന സാഹചര്യത്തിൽ ഈ ഇരിക്കുന്ന സ്റ്റേജിലെ എന്റെ വന്യരായ തങ്ങളുപ്പാപ്പിക്ക് എന്റെ താല്പര്യം കൊണ്ട് വിഷമം വരാത്ത വിധം അവ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് എന്നത് പൊതുവെയുള്ള നിലനിൽക്കുന്ന ഒരു ധാരണയല്ലേ? ഈ ഇരിക്കുന്ന ഓരോരുത്തർക്കും അവനവന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടണം. പക്ഷേ നിങ്ങൾ ഓരോരുത്തരുടെയും താല്പര്യങ്ങളും അവകാശങ്ങളും സംരക്ഷിക്കപ്പെടുമ്പോ തന്നെപ്പോലെ ഈ ഭൗമലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരാളുടെയും താല്പര്യം ഹനിക്കപ്പെടാതെ സൂക്ഷിക്കേണ്ടതുണ്ട്. മനുഷ്യന്റേതു മാത്രമല്ല, മനുഷ്യൻ മാത്രമുണ്ടായാൽ ഈ പ്രപഞ്ചം നിലനിൽക്കാത്ത കാലത്തോളം ഈ പ്രപഞ്ചത്തിലെ ഓരോ ഘടകങ്ങളുടെയും താല്പര്യങ്ങളും നിലനിൽപ്പിനും ആഘാതമേൽക്കാത്ത വിധം വേണം മനുഷ്യന്റെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ. ഇങ്ങനെ ഒരു ക്രമപ്പെടുത്തലുകൾ നടക്കണമെങ്കിൽ ഈ പ്രപഞ്ചത്തിലെ സകലമായ വസ്തുക്കളുടെയും ഗുണദോഷങ്ങളെ കുറിച്ച് അറിയുന്ന ഒരു ശക്തിക്ക് മാത്രമേ അത് നിർദ്ദേശിക്കാൻ സാധിക്കൂ. ആ ശക്തി സ്വാഭാവികമായും താഹിർ സഖാഫിയുടെ സിട്ടാവായിരിക്കണം. താഹിർ സഖാഫി നിൽക്കുന്ന ഭൂമിയുടെ സിട്ടാവായിരിക്കണം. ഭൂമി നിൽക്കുന്ന സൗരയൂഥത്തിന്റെ സിട്ടാവായിരിക്കണം. സൗരയൂഥം നിൽക്കുന്ന വിൽക്കവിയുടെ സിട്ടാവായിരിക്കണം. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും അവയുടെ ഗുണദോഷങ്ങളെ കൃത്യമായി ബോധ്യപ്പെടുകയും ചെയ്യുന്ന ത്രികാജ്ഞാനിയായ ഒരു സിട്ടാവിന് മാത്രമേ മനുഷ്യന്റെ പുരോഗമനപരമായ ജീവിതത്തെ നിർദ്ദേശിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നത് പ്രാഥമിക ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്ന എന്റെ ഹൈന്ദവ സുഹൃത്തുക്കൾക്കറിയാം, മുസ്ലിം സുഹൃത്തുക്കൾക്കറിയാം, ക്രൈസ്തവ സഹോദരങ്ങൾക്കറിയാം, മതമില്ലെന്ന് പറയുന്നവർക്കറിയാം. ഈ പ്രപഞ്ചത്തിൽ മാനുഷികമായ മൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ടു പോകുന്ന അന്തരീക്ഷം നിലനിൽക്കണമോ, ഈ പ്രപഞ്ചത്തിന്റെ ഗുണദോഷങ്ങളെ കുറിച്ച് കൃത്യമായി ബോധ്യമുള്ളൊരു ശക്തിക്ക് മാത്രമേ അത്തരമൊരു കാറ്റലോഗ് ലോകത്തിന്റെ മുന്നിൽ നൽകാൻ സാധിക്കുകയുള്ളൂ. ആ കാറ്റലോഗിനെയാണ് നാം മതമെന്ന് പറയുന്നത്. ഓ മനുഷ്യ വിഭാഗമേ, നിങ്ങൾക്ക് നിങ്ങളുടെ സിട്ടാവായ, നിങ്ങൾ നിൽക്കുന്ന ഭൂമിയുടെ സിട്ടാവായ, ഭൂമി നിൽക്കുന്ന സൗരയൂഥത്തിന്റെ സിട്ടാവായ, സൗരയൂഥ കുടുംബങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ പ്രപഞ്ചത്തിന്റെ സിട്ടാവായ എന്നിൽ നിന്ന് വന്നാൽ, അൽ ഹുദ ജീവിത ദർശനം വന്നാൽ, ഫമൻ തബിയ ഹുദായ, ആരെങ്കിലും എന്റെ മാനിഫെസ്റ്റോ അനുസരിച്ച് ലോകത്ത് ജീവിക്കാൻ തയ്യാറായാൽ, ഫലാ ഖൗഫുൻ അലൈഹിം, അവർക്ക് ഭയപ്പെടാനില്ല, വലാ ഹും യഹ്സനൂൻ, അവർക്ക് ഖേദിക്കേണ്ടി വരികയില്ല. അതേസമയം ഫമൻ ആറള അൻ ദിക്രി, എന്റെ മാനിഫെസ്റ്റോയെ അവഗണിച്ചുകൊണ്ട് ആരെങ്കിലും മുന്നോട്ട് പോയാൽ, ഫഇന്ന ലഹു മഈശത്തുൻ ലങ്കാ, അവന് കുടുസായ ജീവിതമാണ് വരാനിരിക്കുന്നത് എന്ന് വിശുദ്ധ ഇസ്ലാം പറയുന്നത് ഇവിടെയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഭൗമലോകത്തെ കോടാനുകോടി സൃഷ്ടികൾക്കിടയിൽ നിന്ന് മനുഷ്യന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതോടൊപ്പം ഈ പ്രപഞ്ചത്തിലെ സകല ഘടകങ്ങളുടെയും താല്പര്യങ്ങളെ ഒരുപോലെ സംരക്ഷിക്കാൻ സാധിക്കുന്ന ഒരന്തരീക്ഷം ഭൗമമണ്ഡലത്തിൽ ഉണ്ടാവണമെന്നാണ് ഇസ്ലാം ലക്ഷ്യം വെക്കുന്നത്. ആ ലക്ഷ്യ സാക്ഷാത്കാരത്തിനാണ് ഈ പ്രപഞ്ചത്തിന്റെ സിട്ടാവിനെ നാം അനുസരിക്കേണ്ടി വരുന്നത്. ആ സിട്ടാവിന്റെ നിയമത്തെയാണ് നാം
മതമെന്ന് പറയുന്നത്. ആ മതനിയമങ്ങൾ ലോകത്ത് പഠിപ്പിക്കുന്നത് മുഴുവനും മനുഷ്യത്വത്തിന് വേണ്ടിയുള്ള മുറവിളികളാണ്, മാനവിക പക്ഷത്തു നിന്നുകൊണ്ടുള്ള സംസാരങ്ങളാണ്. നിങ്ങൾ ഓർത്തു നോക്കൂ, നമ്മുടെ നിയമസഭയിൽ ഇപ്പോ കോളിലക്കം സൃഷ്ടിച്ച ഒരുപാട് വിഷയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ടല്ലോ. ഞാൻ ആ വിഷയത്തിലെ സത്യാസത്യങ്ങളെ കുറിച്ചല്ല ചർച്ച ചെയ്യുന്നത്. കേരളത്തിലെ ഒരു നിയമസാമാജികൻ, അദ്ദേഹവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിവാദങ്ങളും ഒച്ചപ്പാടുകളും സമരങ്ങളും അതിനുള്ള പ്രതികരണങ്ങളും ഒക്കെ വലിയ തോതിൽ കേരളത്തിലെ മീഡിയകൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അതിന്റെ സത്യാസത്യങ്ങളെ കുറിച്ച് നമുക്ക് രാഷ്ട്രീയക്കാർക്ക് വിടാം, അവരതിൽ തീരുമാനമെടുത്തുകൊള്ളട്ടെ. എന്റെ വിഷയം അതല്ല. ഈ രാജ്യം പൊതുവെ അംഗീകരിച്ചൊരു വസ്തുതയാണ്, തീർച്ചയായും ലൈംഗിക വിശുദ്ധി എന്നത് ഒരു മനുഷ്യന്റെ നിലനിൽപ്പിനും മാനവികത മുന്നേറ്റത്തിനും അനിവാര്യമാണ് എന്നത്. അതുകൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് അതിന് വിരുദ്ധമായ കാഴ്ചപ്പാടുകൾ ഉണ്ടെന്ന് പറയപ്പെടുമ്പോ വികാരങ്ങളും വിക്ഷോഭങ്ങളും പ്രക്ഷോഭങ്ങളും ഒക്കെ കടന്നു വരുന്നത്. ഈ ലൈംഗിക വിശുദ്ധിയെ എന്തിനു വേണ്ടി മതം നിരീക്ഷിക്കുന്നു എന്നത് നാം ഇപ്പോൾ ഈ സാഹചര്യത്തിൽ കൂടുതൽ പഠനം നടത്തേണ്ടി വരികയാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഒരു മനുഷ്യൻ, ആ മനുഷ്യന്റെ ജീവിതത്തിൽ നിർണായകമായ ഭാഗമാണ് ലൈംഗികത എന്ന് പറയുന്നത്. ആ ലൈംഗികതയോട് പുറംതിരിഞ്ഞു നിന്ന ഒരുപാട് തിസീസുകൾ ലോകത്തുണ്ട്. മനുഷ്യൻ സിട്ടാവുമായി അടുക്കുമ്പോ ഏറ്റവും അവൻ താല്പര്യപ്പെടേണ്ടത് വൈവാഹിക ജീവിതത്തെ ഉപേക്ഷിക്കലാണ് എന്ന് നിർദ്ദേശിക്കുന്ന ചിന്താധാരകളുണ്ട്. ഒരു മതത്തെയും കുറ്റപ്പെടുത്താൻ എന്റെ മതം അനുവദിക്കാത്തതുകൊണ്ട് ഞാൻ ആരെയും ഇവിടെ പേരെടുത്തു പറയുന്നില്ല. ദൈവവുമായി അടുക്കാനുള്ള മാർഗം ബ്രഹ്മചാര്യം സ്വീകരിക്കുകയാണ് എന്ന് പറയുന്നവരുണ്ട്. ദൈവവുമായി അടുക്കാനുള്ള മാർഗം വിവാഹം ഉപേക്ഷിച്ചുകൊണ്ടുള്ള ലോഹ ധരിക്കുകയാണ് എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. അവർക്കതൊക്കെ വിശ്വസിക്കുവാനുള്ള അവകാശമുള്ളിടത്ത് എന്റെ മതം എന്നോട് പറയുന്നത്, മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നത്, മൻ തസവ്വജ ബിംറഅത്തിൻ, ആരെങ്കിലും ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്യുമ്പോ അവന്റെ സിട്ടാവുമായുള്ള അവന്റെ ബന്ധത്തിന്റെ 2/3 ഭാഗം ഒരു വിവാഹത്തിലൂടെ സംരക്ഷിക്കപ്പെടുന്നു എന്ന് പറയാൻ മാത്രം മതം ലൈംഗിക വിശുദ്ധിയെ പ്രോത്സാഹിപ്പിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, നിങ്ങൾ മതം ഇത്രയും താല്പര്യത്തോടെ ഈ വിഷയം കാണാനുള്ള കാരണം എന്തായിരിക്കും? സാമൂഹ്യ ഘടനയിൽ ലൈംഗിക വിശുദ്ധിയുടെ ഇല്ലായ്മ വരുത്തിക്കൊണ്ടിരിക്കുന്ന അപകടങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് രാജ്യത്തുണ്ടാകുന്ന വളരെ പ്രതിസന്ധികൾ ഇന്ന് നമ്മുടെ രാജ്യത്ത് ബുദ്ധിജീവികളും ചിന്തകന്മാരും നന്നായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വിഷയത്തെ ഞാനിവിടെ ചർച്ചയ്ക്ക് കൊണ്ടുവരുന്നില്ല. ഞാനിവിടെ പറയുന്നത് വിശുദ്ധ ഇസ്ലാം വളരെ കൃത്യമായി ഈ വിഷയത്തിൽ പറഞ്ഞു, ലാ തഖറബു സിന, നിങ്ങൾ വ്യഭിചരിക്കരുത് എന്നല്ല മതം പറയുന്നത്. അല്ലാഹുവിന്റെ ഹബീബ് നമ്മോട് പറയുന്നത്, ലൈംഗിക അരാജകത്വത്തിലേക്ക് നിങ്ങളെ നയിക്കുന്ന സകല സാഹചര്യങ്ങളെയും ഇല്ലായ്മ ചെയ്യേണ്ടിയിരിക്കുന്നു എന്ന് കൃത്യമായി മതം പറയുകയാണ്. ഒന്നുകൂടി നാം ഈ സമയത്ത് ഓർക്കേണ്ടതുണ്ട്, ലോകത്ത് വ്യാപകമായി ഭയപ്പെട്ടുകൊണ്ടിരുന്ന ഭീകരമായ രോഗമായിരുന്നു എയ്ഡ്സ്. ആ എയ്ഡ്സ് ഇടക്കാലത്ത് നമ്മൾ മറന്നുപോയി കൊറോണക്കിടയിൽ. പക്ഷെ ഇപ്പോൾ വീണ്ടും അത് തലപൊക്കിയിട്ടുണ്ട്. നമ്മുടെ കേരളത്തിൽ വരെ എയ്ഡ്സുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഉത്തരേന്ത്യൻ കണ്ടിയിൽ എയ്ഡ്സിന്റെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. യൂറോപ്യൻ കണ്ടികളിൽ വളരെ കൂടുതലായി അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ എയ്ഡ്സിന്റെ പ്രത്യേകത എന്താണ്? മരണമല്ലാതെ മറ്റൊന്നും അതിന് പ്രതിരോധമില്ല എന്ന് ശാസ്ത്രലോകം ഖനിശമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ ഭീകരമായ രോഗത്തിൽ നിന്ന് രാജ്യത്തെ രക്ഷപ്പെടുത്താനുള്ള പ്രായോഗികമായ വഴി എന്താണ്? എയ്ഡ്സ് കടന്നു വരുന്ന വഴിയോരങ്ങളെ തടഞ്ഞു വെക്കണം. ആ വരുന്ന വഴിയോരം എന്താണ് എന്ന ചോദ്യത്തിന് ശാസ്ത്രലോകത്തിന്റെ മറുപടി എന്താണ്? 65% വ്യഭിചാരത്തിലൂടെ, ലൈംഗിക അരാജകത്വത്തിലൂടെയാണ് നമ്മുടെ രാജ്യത്തെ എയ്ഡ്സ് കടന്നു വരുന്നത്. 35% സ്വവർഗരതിയിലൂടെയാണ് കടന്നു വരുന്നത്. 5% രക്തദാനത്തിലൂടെയും മറ്റുമാണ് കടന്നു വരുന്നത്. 95% ലൈംഗിക അരാജകത്വത്തിലൂടെ മാത്രം കടന്നു വരുന്ന ഭീകരനായ എയ്ഡ്സ് എന്ന് പറയുന്ന HIV-യെ പിടിച്ചു കെട്ടണമെങ്കിൽ ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന, മനുഷ്യനെ സ്നേഹിക്കുന്ന, ഈ രാജ്യത്ത് ജനങ്ങൾ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മത നേതൃത്വം എന്താണ് പറയേണ്ടത്? ലൈംഗിക അരാജകത്വത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്ന സകല കവാടങ്ങളും അടച്ചു വെക്കണം. ആ കവാടങ്ങൾ തുറന്ന ഏതൊക്കെ സംവിധാനങ്ങളുണ്ടോ, പാർട്ടികളുണ്ടോ, സംഘടനകളുണ്ടോ, അവര് മുഴുവനും ഇന്ന് അതിന്റെ ദുരന്തം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നത് കേരളത്തിൽ
ജനങ്ങളോട് ഞാൻ പ്രത്യേകിച്ചു പറയേണ്ട കാര്യമില്ല. ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരനോട് പറയുന്നത്, അതേസമയം മദീനയിലേക്ക് വരൂ നിങ്ങൾ. ഒരു ചെറുപ്പക്കാരൻ അല്ലാഹുവിന്റെ ഹബീബിന്റെ സവിധത്തിലേക്ക് എത്തുന്ന ഒരു രംഗമുണ്ട്. ഏതാണ് ആ രംഗമെന്നറിയുമോ? പരിശുദ്ധമായ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനങ്ങളെ യുദ്ധഭൂമിയിലേക്ക് വിളിക്കുകയാണ്. ആ യുദ്ധഭൂമിയിലേക്ക് വിളിക്കുമ്പോ ഇതുവരെ ജനസംഖ്യ കുറവായിരുന്ന മുസ്ലിങ്ങളോട് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞിരുന്നത് നിങ്ങൾ എല്ലാവരും യുദ്ധത്തിലേക്ക് വരണമെന്നാണ്. എന്നാൽ അവസാന കാലഘട്ടമായപ്പോ മുസ്ലിം ജനസംഖ്യ വർദ്ധിച്ചപ്പോ നബി തങ്ങൾ പറഞ്ഞു, കുടുംബാന്തരീക്ഷം ശ്രദ്ധിക്കുവാൻ ആള് വേണം. അതുകൊണ്ട് യുദ്ധഭൂമിയിലേക്ക് ഒരു കുടുംബത്തിൽ നിന്ന് ഒരാൾ മാത്രമാണ് വരേണ്ടത്. തന്റെ അനുജന്മാർ, ജേഷ്ഠന്മാർ, ഒരു മെമ്പറെങ്കിലും വീട്ടിലിരുന്ന് വീട്ടുകാര്യങ്ങൾ സംരക്ഷിക്കണമെന്ന നിർദ്ദേശം നൽകുന്ന സാഹചര്യം. ഒരു ജേഷ്ഠനും അനുജനും തമ്മിൽ വലിയ തർക്കം നടക്കുകയാണ്. എന്താണ് ആ തർക്കത്തിലെ വിഷയം? ഞാനാണ് യുദ്ധത്തിന് പോകുന്നത് എന്ന് ജേഷ്ഠൻ, അല്ല ഞാനാണ് പോകുന്നത് എന്ന് അനുജൻ. രണ്ടുപേർക്കിടയിൽ തർക്കം മൂർജിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ മാധ്യസ്ഥത്തിന് വേണ്ടി രണ്ട് ജ്യേഷ്ഠനും അനുജനും എത്തിച്ചേരുകയാണ്. ആ സമയത്ത് പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രണ്ടുപേരുടെയും ന്യായങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു. ഇടയ്ക്ക് ഞാനൊന്ന് പറഞ്ഞോട്ടെ, യുദ്ധങ്ങൾ എന്ന് കേൾക്കുമ്പോഴേക്ക് നമ്മൾ നെറ്റിച്ചുളിയേണ്ട ഒരു സാഹചര്യം ലോക അന്തരീക്ഷത്തിൽ ഒന്നുണ്ട്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, നമ്മുടെ രാജ്യത്ത് സ്ത്രീകൾക്ക് വേണ്ടി മുറവിളി കൂട്ടുന്നവരുണ്ട്, കുട്ടികൾക്ക് വേണ്ടി മുറവിളി കൂട്ടുന്നവരുണ്ട്, പ്രായം ചെന്നവർക്ക് വേണ്ടി ശബ്ദമുയർത്തുന്നവരുണ്ട്. പക്ഷേ എല്ലാ കുട്ടികളെയും, എല്ലാ പ്രായം ചെന്നവരെയും, എല്ലാ സ്ത്രീകളെയും മാത്രമല്ല, മനുഷ്യ സമൂഹത്തിലെ ലക്ഷക്കണക്കിന് മനുഷ്യരെ യാതൊരു നിയന്ത്രണവുമില്ലാതെ ആകാശത്തു നിന്നും കരയിൽ നിന്നും നിരന്തരമായി കൊല നടത്തിക്കൊണ്ടിരിക്കുന്ന ലോക ഭീകര രാജ്യങ്ങൾ നമ്മുടെ രാജ്യത്ത് എന്തുമാത്രം മാനവികതയ്ക്ക് ആഘാതമേൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയത്ത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖൈബർ യുദ്ധത്തിലേക്ക് പോകുന്ന സാഹചര്യം. ഖൈബർ യുദ്ധം എന്ന് പറയുമ്പോൾ വളരെ നിർണായകമായ ഒരു യുദ്ധമാണത്. ആ യുദ്ധത്തിലേക്ക് പുറപ്പെടുന്ന ജനങ്ങളെ വിളിച്ചിട്ട് നബി തങ്ങൾ പറയുന്ന ഒരു വാക്കുണ്ട്, ജനങ്ങളെ, ഏതു സാഹചര്യത്തിലും ഒരു കൃഷിയിടവും ആക്രമിക്കപ്പെട്ടുകൂടാ. കൃഷിയിടത്തിന് ആഘാതമേൽക്കുന്നത് പ്രകൃതിയോട് കാണിക്കുന്ന ഏറ്റവും വലിയ അപകടമാണ്. അതെല്ലാ മനുഷ്യരെയും ഒരുപോലെ ബാധിക്കാനിരിക്കുകയാണ്. അതുകൊണ്ട് കൃഷിനാശം എന്ന് പറയുന്നത് സമൂഹത്തിന്റെ ഭക്ഷ്യോൽപ്പന്നത്തിന് നാം നടത്തുന്ന വലിയ അപകടകരമായ കടന്നുകയറ്റമാകും. അതുകൊണ്ട് കൃഷിക്ക് നാശം വരാൻ പാടില്ല. നമ്മുടെ രാജ്യത്ത് സ്ത്രീകളെ ആക്രമിക്കാൻ പാടില്ല, കുട്ടികളെ ആക്രമിക്കാൻ പാടില്ല, ആരാധനകൾ നടത്തി മഠത്തിലിരിക്കുന്ന സന്യാസിമാരെയും പാതിരിമാരെയും ആക്രമിക്കാൻ പാടില്ല. മറിച്ച് യുദ്ധസജ്ജതയോടുകൂടി നമ്മളെ ഇങ്ങോട്ട് ആക്രമിക്കാൻ വരുന്ന ആരൊക്കെയുണ്ടോ ആ പട്ടാളത്തെ മാത്രമേ ആക്രമിക്കാവൂ എന്നും നിരപരാധികൾ കൊല്ലപ്പെടാൻ പാടില്ല എന്നും ഒരു നിർണായക ഘട്ടത്തിൽ പോലും വളരെ കൃത്യമായ നിർദ്ദേശം നൽകുകയാണ് വിശുദ്ധ ഇസ്ലാം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇസ്ലാമിന്റെ ഒരു ഭാഷ എത്ര കാഠിന്യത്തോടെയാണ് ഇത് പറഞ്ഞിരിക്കുന്നത്, എത്ര ഗൗരവത്തോടെയാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ആ സമയത്താണ് ഈ രാജ്യത്തെ വലിയ വലിയ ആളുകൾ എന്ന് അവകാശപ്പെടുന്നവരുടെ പിന്തുണയോടുകൂടി പിഞ്ചുമക്കൾ, ചോരപ്പൈതങ്ങൾ, തങ്ങൾ എന്തിനാണ് കൊല്ലപ്പെടുന്നത് എന്നറിയാത്ത പാവങ്ങൾ ജനലക്ഷങ്ങളാണ് കടൽ തീരത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് നേരെ വാതിലുകൾ കൊട്ടിയടക്കപ്പെട്ടിരിക്കുന്നു. രാഷ്ട്ര താൽപര്യങ്ങളാണ് അവരെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ ഭീകരമായ അന്തരീക്ഷത്തിൽ യുദ്ധത്തെ കുറിച്ച് പറയുമ്പോ ഗസയെ പോലെ, ഫലസ്തീനിലെ പോലെ, അല്ലെങ്കിൽ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന വിവിധങ്ങളായ യുദ്ധങ്ങളെ പോലെ, കൊറിയയുടെ ആണ്ടവങ്ങളെ പോലെ നമ്മൾ അതിനെ കണ്ടുകൂടാ. വളരെ നിർണായകമായ ഒരു ഘട്ടത്തിൽ ഒരു സമൂഹത്തിന്റെ നിലനിൽപ്പിന് അപകടം സൃഷ്ടിക്കും വിധം കടന്നുകയറ്റം വരുന്നുമ്പോ പ്രതിരോധിക്കുവാനുള്ള രാഷ്ട്രത്തിന്റെ അവകാശം മാത്രമാണ് യഥാർത്ഥത്തിൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ യുദ്ധങ്ങളിലൊക്കെ നടന്നത്. ആ യുദ്ധങ്ങളിലേക്ക് അല്ലാഹുവിന്റെ ഹബീബ് വിളിക്കുന്ന ഒരു സാഹചര്യത്തിൽ ജേഷ്ഠാനുജന്മാർ തമ്മിൽ തർക്കമാണ്, ഞങ്ങളാണ് യുദ്ധത്തിന് പോകുന്നത്. അല്ലാഹുവിന്റെ ഹബീബ് രണ്ടുപേരുടെയും ന്യായം ഞങ്ങൾ കേട്ടിട്ട് പറഞ്ഞു,
ഇത്തവണ യുദ്ധത്തിന് ജ്യേഷ്ഠൻ വരട്ടെ, നിങ്ങൾക്ക് ഇനിയും അവസരമുണ്ടാവാം. നിങ്ങൾ ഓർത്തു നോക്കൂ, യുദ്ധഭൂമിയിലേക്ക് പോകുന്നു ആ ചെറുപ്പക്കാരൻ. വീട്ടിൽ അനുജൻ ഇരിക്കുകയാണ്. അനുജൻ ഇരുന്നുകൊണ്ട് മനസ്സിൽ വല്ലാത്ത ടെൻഷൻ. എന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാനവികതയ്ക്ക് വേണ്ടി മുദ്രാവാക്യം വിളിച്ച ഒറ്റ കാരണം കൊണ്ട് ആക്രമിക്കപ്പെടുമ്പോൾ അതിനെതിരെയുള്ള പ്രതിരോധമുയർത്തുവാനുള്ള എന്റെ അവസരം ലഭിക്കാതെ പോയല്ലോ എന്ന ചിന്ത കൊണ്ട് ടെൻഷൻ അടിച്ച് വീട്ടിലിരുന്നു കൊണ്ടിരിക്കുന്ന ആ ചെറുപ്പക്കാരന്റെ മുന്നിൽ തന്റെ മുന്നിൽ ഉണ്ടായിരുന്ന സ്ക്രീൻ മെല്ലി ഒന്ന് പാറി. അപ്പുറത്ത് നല്ല സുമുഖിയായ ഒരു പെൺകുട്ടി, ജ്യേഷ്ഠന്റെ ഭാര്യയാണ്. സ്വാഭാവികമായും ആ വീട്ടിലാണ് താമസിക്കുന്നത്. പക്ഷേ ജ്യേഷ്ഠന്റെ ഭാര്യയാണെങ്കിലും അവന് വിവാഹബന്ധം അനുവദിക്കപ്പെട്ടതായതുകൊണ്ട് അവളെ കണ്ടുകൂടാ എന്നാണ് മതത്തിന്റെ നിർദ്ദേശം. ആ പെൺകുട്ടിയെ മുന്നിൽ കാണുമ്പോ പിശാച് പെട്ടെന്ന് പ്രവർത്തിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അൽഹംബു വൽ ഖത്ലു, ഭർത്താവിന്റെ അടുത്ത കുടുംബക്കാരോട് ഇടപഴകുമ്പോ യുദ്ധം പോലെ അത് ഭയപ്പെടേണ്ടതുണ്ട് എന്ന ഇസ്ലാമിന്റെ നിർദ്ദേശം എന്തേ വരാൻ കാരണം? പിശാച് ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്നത് ആ സാഹചര്യത്തിനായിരിക്കും എന്നതുകൊണ്ടാണ്. ആ പിശാച് മനസ്സിലേക്ക് തോന്നിപ്പിക്കുന്നു, എന്റെ ജ്യേഷ്ഠന്റെ ഭാര്യ എന്തൊരു സൗന്ദര്യവതിയാണ്, ആ പെൺകുട്ടി അടുത്തേക്കൊന്ന് ഞാൻ നടന്നു നീങ്ങിയാലോ. ഒരു മിനിറ്റ് മനസ്സിൽ വന്നതാണ്. ആ ചെറുപ്പക്കാരൻ എണീറ്റില്ല, കാലടി മുന്നോട്ട് വെച്ചില്ല. മനസ്സിലൊരു ആഗ്രഹം ജനിച്ചുപോയി. പെട്ടെന്ന് ആ മനുഷ്യന്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത്, മോനെ, നീ ആ പെൺകുട്ടിയുമായി സല്ലപിക്കുമ്പോ ഒരുപക്ഷെ അവൾ നിന്നോട് സഹകരിച്ചാൽ പോലും നിനക്ക് വരാൻ ലഭിക്കാനിരിക്കുന്നത് അരമണിക്കൂർ സമയത്തെ സുഖകരമായ ജീവിതമാണ്. അതിനു പകരമായി നിനക്ക് ലഭിക്കാനിരിക്കുന്നതോ അല്ലാഹുവിന്റെ നരകത്തിൽ എത്തിച്ചേരുന്ന സമയത്ത് കോടാനുകോടി മനുഷ്യർ വേദന കൊണ്ട് പടയുമ്പോ 10,000-കണക്കിന് വർഷം നമ്മൾ യാചിക്കും, യാ മാലിക്കു, നരകം കാക്കുന്ന മലക്കേ ഒരൽപ്പം വെള്ളം തരുമോ? 10,000-കണക്കിന് വർഷം യാചിക്കുമ്പോ ലഭിക്കാനിരിക്കുന്ന വെള്ളം അത് കുടിക്കാൻ വേണ്ടി എടുക്കുമ്പോഴേക്ക് ചൂടിന്റെ കടുപ്പം കൊണ്ട് മുഖം മുഴുവനും ഉരുകി താഴേക്ക് വീഴും. വായിലേക്ക് വെച്ചാൽ കുടൽമാല താഴേക്ക് വീഴും. അത്രയും കടുപ്പമുള്ള വെള്ളം ഉത്ഭവിക്കുന്നത് വ്യഭിചാരിയായ മനുഷ്യന്റെ ഗുഹ്യാവയവങ്ങളിൽ നിന്നാണെന്ന് വ്യഭിചാരത്തെ നിരുത്സാഹപ്പെടുത്തുന്നതിന് വേണ്ടി വിശുദ്ധ ഇസ്ലാം കണിശമായി പറഞ്ഞപ്പോ ആ ചെറുപ്പക്കാരൻ ചിന്തിച്ചു, ഞാൻ തെരഞ്ഞെടുക്കുന്നത് എന്ത് വലിയ വിഡ്ഢിത്തമാണ്. അരമണിക്കൂർ സമയത്തിന് വേണ്ടി, 10 മിനിറ്റ് സമയത്തിന് വേണ്ടി അവസാനിക്കാത്ത ദുരന്തത്തിലേക്കല്ലേ ഞാൻ എടുത്തു ചാടുന്നത്? ഇതെത്ര വലിയ അപകടമാണെന്ന് ചിന്തിച്ച ആ ചെറുപ്പക്കാരൻ തന്റെ മനസ്സിൽ വന്നു പോയിരിക്കുന്ന ആ ചിന്തയുടെ കടുപ്പം ആലോചിക്കുമ്പോ നിയന്ത്രണം വിട്ടോടുകയാണ് വീട്ടിൽ നിന്ന്. ദീർഘമായ 40 ദിവസം വീട് വിട്ട് ഓടി. ആ വീട് വിട്ടോടി ആ ചെറുപ്പക്കാരൻ അദ്ദേഹം അതാ പരിഭൂമിയിൽ താമസിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ സമയത്താണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവിടുത്തെ അനുചരന്മാരും യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുന്നത്. ഓരോരുത്തരെയും സ്വീകരിക്കാൻ വീട്ടിലുള്ള ആളുകൾ എത്തിയിട്ടുണ്ട്. പക്ഷേ അബ്ദുറഹ്മാൻ തങ്ങളെ സ്വീകരിക്കാൻ മാത്രം ആരുമില്ല. സ്വാഭാവികമായി നബി തങ്ങൾ അത് ശ്രദ്ധിച്ചു. എന്തേ അനുജൻ വരാതെ പോയത്? ആ ചെറുപ്പക്കാരനെ തേടിയിട്ട് ബഹുമാനപ്പെട്ടവര് വീട്ടിലെത്തി. ഭാര്യയോട് ചോദിച്ചു, എന്റെ അനുജൻ എവിടെയാണ്? അവര് പറഞ്ഞു, എനിക്കറിഞ്ഞുകൂടാ. ഒരു സുപ്രഭാതത്തിൽ സ്വാഭാവികമായി യാത്ര തിരിച്ചതാണ്. പോകുന്ന പോക്കിൽ എന്തൊക്കെയോ വിലപിക്കുന്നതായി എനിക്ക് തോന്നി. പറകെ ചെന്ന് നോക്കുമ്പോ കണ്ണെത്തും ദൂരം മറഞ്ഞു പോയിരുന്നു. പിന്നീട് ഒരു വിവരവുമില്ല. ആ സമയത്ത് ബഹുമാനപ്പെട്ടവര് മരുഭൂമിയിലേക്ക് ഇറങ്ങി. എന്റെ അനുജൻ എന്ത് സംഭവിച്ചു തേടി നടക്കുകയാണ്. വിജനമായ മരുഭൂമിയിലൂടെ ഏറെ ദൂരം ചെന്നപ്പോ ഒരാട്ടിടയനെ കണ്ടുമുട്ടി. അദ്ദേഹത്തോട് ചോദിച്ചു, മോനെ, നീ എന്റെ അനുജനെ കണ്ടോ? അദ്ദേഹത്തിന്റെ പ്രതികരണം, സ്വന്തം ജ്യേഷ്ഠൻ അല്ലാഹുവിന്റെ ഹബീബിന്റെ കൂടെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോ ആ ജ്യേഷ്ഠന്റെ ഭാര്യയെ കൊതിച്ചു പോയൊരു ഹതഭാഗ്യനെ കുറിച്ചാണോ നിങ്ങൾ ചോദിക്കുന്നത്? സുബ്ഹാനല്ലാഹ്. ബഹുമാനപ്പെട്ടവർ ഞെട്ടിയിട്ട് ചോദിച്ചു, നിനക്ക് എവിടുന്നാ വിവരം ലഭിച്ചത്? എല്ലാ ദിവസവും മഗ്‌രിബ് ബാങ്ക് വിളിച്ചാൽ ഈ കാണുന്ന മരത്തിന്റെ താഴ്ഭാഗത്ത് ഒരു ചെറുപ്പക്കാരൻ വരും. അയാൾ തല മണ്ണിലേക്ക് താഴ്ത്തി വെക്കും. തലയിലേക്ക് മണ്ണ് വാരി എറിഞ്ഞിട്ട് വിളിച്ചു പറയും, അല്ലാഹ്, സ്വന്തം ജ്യേഷ്ഠന്റെ ഭാര്യയെ കൊതിച്ചു പോയ ഹതഭാഗ്യനിത, എനിക്ക് മാപ്പുണ്ടോ റബ്ബേ എന്ന് പറഞ്ഞ് ഈ വിജനമായ മരുഭൂമിയിൽ നേരം പുലരുവോളം അലമുറയിട്ട് കരയുന്നത് ഞാൻ കാണാറുണ്ട്. അദ്ദേഹം വെയിറ്റ് ചെയ്തു, എന്റെ അനുജൻ തന്നെയാകുമോ? പ്രതീക്ഷിച്ചതുപോലെ തന്നെ വൈകുന്നേരമായപ്പോ കടന്നു വരുന്നത് പ്രിയപ്പെട്ട അനുജനെയാണ്. നല്ല ചാരത്തേക്ക് ചെന്നിട്ട് ചോദിച്ചു, മോനെ,
നീ ഒരിക്കലും തെറ്റ് ചെയ്തിട്ടില്ലല്ലോ, ഉണ്ടെങ്കിൽ എന്റെ ഭാര്യ എന്നോട് പറയില്ലേ നിന്റെ മനസ്സിൽ ഒരു മോഹം വന്നതിന് എത്ര ഗൗരവത്തോടെ കാണേണ്ടതുണ്ടോ, അല്ലാഹു ഗഫാറല്ലേ എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുമ്പോ അദ്ദേഹം പറഞ്ഞൊരു മറുപടിയുണ്ട്, ഞാൻ എന്റെ മനസ്സിൽ ആ മോഹം വന്നപ്പോ എന്റെ റബ്ബ വിവരം അറിഞ്ഞിട്ടുണ്ട്, എന്റെ ഹബീബ വിവരം അറിഞ്ഞിട്ടുണ്ട്. ആ ഹബീബിന്റെ മുഖത്തേക്ക് ഞാൻ ഇനി എങ്ങനെ നോക്കും, അത് ചിന്തിക്കാൻ എനിക്ക് കെൽപ്പില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം വാവിട്ട് നിലവിളിച്ച് വീട്ടിലേക്ക് എത്ര നിർബന്ധിച്ചിട്ടും വരാതിരിക്കുകയാണ്. അവസാനം ആ മനുഷ്യൻ തിരിച്ചു വന്നു. മകൾ വന്ന് ചോദിക്കുന്നു, അപ്പ എവിടെയാണ് എന്ന്. ചേട്ടൻ പറഞ്ഞു, ബാപ്പ ഇന്ന പ്രദേശത്തുണ്ട്, പക്ഷേ അദ്ദേഹം ഒരബദ്ധം സംഭവിച്ചിൽ ഖേദിച്ചു കരയുകയാണ്, ഞാൻ എത്ര നിർബന്ധിച്ചിട്ടും വരുന്നില്ല. രണ്ടും കൽപ്പിച്ചു മകള് പുറപ്പെടുന്നു. ആ മകള് മരുഭൂമിയിലൂടെ നടന്നു പോവുകയാണ്. സ്വന്തം ബാപ്പയെ കണ്ടുമുട്ടി കാല് പിടിച്ച് അപേക്ഷിക്കുന്ന, ബാപ്പ വരൂ എന്റെ കൂടെ വീട്ടിലേക്ക്. ആ ചെറുപ്പക്കാരന്റെ പ്രതികരണം, മോളെ ഞാൻ അശുദ്ധനാണ്, എന്റെ മനസ്സ് വല്ലാതെ ചീത്തയായി പോയി, ഞാൻ എന്റെ ജ്യേഷ്ഠന്റെ ഭാര്യയെ കൊതിച്ച ഹതഭാഗ്യനാണ്, അതുകൊണ്ട് എനിക്ക് വീട്ടിലേക്ക് വരാൻ കഴിയില്ല. മകള് പറഞ്ഞു, എന്റെ വാപ്പ എന്താണ് ഈ പറയുന്നത്, നിങ്ങൾക്കൊരു അബദ്ധം മനസ്സിൽ തോന്നിപ്പോയിരിക്കും, നമ്മൾ മനുഷ്യരല്ലേ, അള്ളാഹു മാപ്പ് നൽകില്ലേ എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുമ്പോ അദ്ദേഹം പറഞ്ഞു, ഓക്കെ ഞാൻ വരാം, പക്ഷേ ഒരു ഡിമാൻഡ് ഉണ്ട്, എന്റെ കൈകാലുകൾ നീ ചെങ്കൽ കൊണ്ട് ബന്ധിക്കണം, ചാട്ടവാറ് കൊണ്ട് എന്നെ അടിക്കണം, ഈ കാണുന്ന മരുഭൂമി മുതൽ മദീന പട്ടണം വരെ നീ വിളിച്ചു പറയണം, സ്വന്തം ജ്യേഷ്ഠന്റെ ഭാര്യയെ ആഗ്രഹിച്ചു പോയ ഹതഭാഗ്യൻ കടന്നു വരുന്നു ജനങ്ങളെ. ആ പെൺകുട്ടി നിർബന്ധിതയായി സമ്മതിക്കുന്നു. ആ ചെറുപ്പക്കാരനെ ചാട്ടവാറുമായി ആ പെൺകുട്ടി പിന്തുടരുന്നു. ഉറക്കെ വിളിച്ചു പറയുന്നു, സ്വന്തം ജ്യേഷ്ഠന്റെ ഭാര്യയെ ആഗ്രഹിച്ച വനിത. ദൂരേന്ന് കാണുന്ന സഹാബികൾ കണ്ണുനീരൊഴുക്കി പറഞ്ഞു പോകുന്നു, റബ്ബേ ഞങ്ങളെ കൂടെ പള്ളിയിൽ ജമാഅത്തിന് ഒന്നാമത്തെ സഫിലുണ്ടാവുന്ന, ഞങ്ങളെ കൂടെ മതപരമായ ചടങ്ങുകളിലൊക്കെ നന്നായി പങ്കെടുക്കാറുണ്ടായിരുന്ന ഈ മനുഷ്യൻ എന്തു പറ്റിപ്പോയി എന്ന വേദനയോട് ഓർത്തുകൊണ്ടിരിക്കുമ്പോ നേരെ ആ പെൺകുട്ടി തന്റെ പിതാവിനെ തന്റെ വീട്ടിലെത്തിച്ചു. ചങ്ങലകൾ അഴിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഇല്ല, ചങ്ങല അഴിക്കാൻ ടൈമായിട്ടില്ല, എനിക്ക് തൗബയുണ്ടോ എന്ന വിവരം അറിയണം. മെല്ലെ വേച്ച് വേച്ച് ആദ്യം കടന്നതെന്ന് സയ്യിദുനാ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹുവിന്റെ അടുക്കലേക്കാണ്. അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹുവിന്റെ അടുത്ത് പോയി, ഞാൻ ഇങ്ങനെ ഒരു ഹതഭാഗ്യനാണെന്ന് പറയുമ്പോ അലി തങ്ങൾ പറഞ്ഞു, മോനെ എന്റെ മുന്നിലിരിക്കല്ല, എന്റെ മുന്നിലിരുന്നാൽ ഞാൻ നിന്നെ കൊന്നുകളഞ്ഞേക്കും, ഞാൻ ഭയപ്പെടുന്നു നിന്നെ, പോ എന്റെ മുന്നിൽ നിന്ന് പറയുമ്പോ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ അവിടെ നിന്ന് ഇറങ്ങി. സയ്യിദുനാ ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങളോട് സങ്കടം പറഞ്ഞു. അവിടുന്ന് ഒന്നും പ്രതികരിക്കുന്നില്ല എന്ന് കണ്ടപ്പോ അവിടുന്ന് ഇറങ്ങി. മൂന്നാമത് ബഹുമാനപ്പെട്ട ഉമർ ഖത്താബ് തങ്ങളെ സമീപിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവിന്റെ അദാബിന്റെ വീട്ടിൽ ഇറങ്ങിപ്പോകും മോനെ, ഇറങ്ങിപ്പോ എന്റെ മുന്നിൽ നിന്ന്. അവസാനം സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ കണ്ടിട്ട് സങ്കടം പറയുമ്പോ അവിടുന്ന് പറഞ്ഞു, മോനെ നിനക്കൊരു അന്യ സ്ത്രീയെ വ്യഭിചരിക്കാൻ തോന്നിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്, അതിനേക്കാൾ കടുപ്പമായല്ലോ നിന്റെ മനസ്സിൽ വന്ന മോശമായ ചിന്ത. ആ സമയത്ത് ബഹുമാനപ്പെട്ടവർ അവിടുന്ന് ഇറങ്ങി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ലാ ഖലാസ ലീ ഇല്ലാ മിൻ റഹ്മത്തിൽ ആലം, അല്ലാഹുവിന്റെ ഹബീബിൽ നിന്നല്ലാതെ എനിക്ക് രക്ഷയ്ക്ക് സാധ്യതയില്ല. ആ പാവപ്പെട്ട ചെറുപ്പക്കാരൻ ഇറങ്ങി ഓടുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് ഇരിക്കുന്ന പള്ളിയിൽ ചെന്ന് മുത്തുനബി തങ്ങൾ ഇരിക്കുന്ന ചാരത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോ നബി തങ്ങൾ ചോദിച്ചു, എന്ത് പറ്റി മോനെ? അവിടുന്ന് പറഞ്ഞു, നബിയെ ഇങ്ങനെ ഒരു അബദ്ധം സംഭവിച്ചു പോയി. അല്ലാഹുവിന്റെ ഹബീബ് റഹ്മത്തുൽ ലിൽ ആലമീൻ അവിടെ പറഞ്ഞൊരു മറുപടി ഉണ്ട്, മോനെ നിനക്ക് തൗബയുണ്ടെന്ന് പറയാൻ എന്റെ മനസ്സെന്നെ അനുവദിക്കുന്നില്ല. ഓർക്കണേ, ലൈംഗിക ആരാധകത്തോട് ഇസ്ലാമിന്റെ സമീപനം എത്ര കാർക്കശ്യമുള്ളതാണ് എന്ന് ഈ ഒരു സംഭവം നമ്മളെ ബോധ്യപ്പെടുത്തുന്നില്ലേ? ആരാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അല്ലാഹുവിന്റെ ഹബീബ് കാരുണ്യത്തിന്റെ ദൂതരായി പറയുന്നത്, നിനക്ക് തൗബയുണ്ടെന്ന് പറയാൻ എന്റെ മനസ്സെന്നെ അനുവദിക്കുന്നില്ല. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അവസാനം അവിടുന്ന് അദ്ദേഹം വീണ്ടും ഇറങ്ങി, ലാ ഖലാസ ലീ ഇല്ലാ മിൻ റബ്ബിൽ ആലമീൻ, ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും മഹോന്നതരായ മുഹമ്മദ് മുസ്തഫ തങ്ങളെ അടക്കം സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റഹ്മാനായ റബ്ബിൽ നിന്നല്ലാതെ എനിക്കിനി പ്രതീക്ഷയില്ലെന്ന് പറഞ്ഞ് അദ്ദേഹം വിജനമായ മരുഭൂമിയിലേക്ക് വീണ്ടും ഓടുകയാണ്. വാവിട്ട് നിലവിളിക്കുകയാണ്. സുജൂദിൽ കിടന്ന് റബ്ബിനോട് പറയുന്നു, അല്ലാഹ് ഖദ് വാഖത അലൈൽ അർള്, ഭൂമി കിടുസായി പോയിരിക്കുന്നു, എനിക്കിനി ജീവിക്കാൻ വയ്യ റബ്ബേ, എന്റെ ഹബീബ് പോലും എന്നെ കൈയൊഴിച്ചു പോയി. അതുകൊണ്ട് അതാ
എനിക്ക് തൗബയുണ്ടെങ്കിൽ ഈ വിവരം ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങളെ നീ അറിയിക്കണം. അല്ല, എനിക്ക് നീ തൗബ തരാൻ തീരുമാനിച്ചില്ലെങ്കിൽ എന്റെ നീ ഇടിത്തി വീഴ്ത്തി കൊന്നു തരുമോ റബ്ബേ എന്ന് പറഞ്ഞ് ആ മഹാനായ മനുഷ്യൻ അതാ സുജൂദിൽ കിടന്ന് വാവിട്ട് നിലവിളിക്കുമ്പോ ഇറങ്ങി വരുന്നു ബഹുമാനപ്പെട്ട സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം. അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിക്കുന്നു, ആ മനുഷ്യന്റെ തൗബ റബ്ബ് സ്വീകരിക്കുന്നതിന് എന്താണ് തടസ്സം നബിയെ നിങ്ങൾ കാണുന്നത്? അല്ലാഹു റഊഫല്ലേ, റഹീമല്ലേ, വദൂദല്ലേ എന്ന് പരിചയപ്പെടുത്തുമ്പോ നബി തങ്ങൾ തക്ബീർ വിളിക്കുകയാണ്. ആ മനുഷ്യനുള്ള കാരുണ്യം കൊണ്ട് നബി തങ്ങൾ ചോദിച്ചു, ആര് കൊണ്ടുവരും ആ കൂട്ടുകാരനെ? ഓടി എണീറ്റു സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്. അവിടുന്ന് പറഞ്ഞു, നബിയെ, എന്റെ റൂമിൽ നിന്ന് ആ ചെറുപ്പക്കാരൻ ഇറങ്ങി പോകുമ്പോ അവസാനം എന്റെ മുഖത്തേക്ക് ഒരു നോട്ടം നോക്കിയിട്ടുണ്ട്. എനിക്കത് മറക്കാൻ കഴിയില്ല. അതിനുശേഷം ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല, ഞാൻ വെള്ളം കുടിച്ചിട്ടില്ല. ആ മനുഷ്യന്റെ ആ മാനമായ മുഖം കാണുമ്പോ എനിക്ക് ഭക്ഷണം മറക്കാൻ കഴിയുന്നില്ലെന്ന് പറയുമ്പോ ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് തങ്ങൾ ചാടി എണീറ്റു പറഞ്ഞു, ഞാൻ പോകും നബിയെ. ഞാൻ അദ്ദേഹത്തോട് കാർക്കശ്യത്തോടെ സംസാരിച്ചപ്പോ അദ്ദേഹം എന്റെ മുഖത്തേക്ക് നോക്കിയ ദയനീയമായ രംഗം എനിക്ക് മറക്കാനാവുന്നില്ല. ഞാനാണ് അദ്ദേഹത്തിന്റെ കാൽക്കലേക്ക് ചെല്ലുന്നത്. ഓരോ സ്വഹാബികളും ഇങ്ങനെ പറയുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, വളരെ പെട്ടെന്ന് അദ്ദേഹം എത്താൻ നല്ലത്. ബഹുമാനപ്പെട്ട സൽമാൻ തങ്ങളും അലിയുമാണ്, രണ്ടുപേരും ഓടുകയാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട സ്വഹാബിയുടെ ചാരത്തേക്ക് എത്തുന്നു. പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിങ്ങളെ വിളിക്കുന്നു മദീനയിലേക്ക് എന്ന് പറയുമ്പോ അദ്ദേഹം ചോദിച്ചു, അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ വല്ലതും ഇറക്കിയിട്ടുണ്ടോ? എന്റെ തൗബ സ്വീകരിച്ച വിവരമുണ്ടോ? ഉണ്ട് മോനെ, അല്ലാഹു നിന്റെ തൗബ സ്വീകരിച്ചു എന്ന് പറയുമ്പോ അദ്ദേഹം പറഞ്ഞു, ഓക്കേ, എന്റെ റബ്ബിനോട് കൃപ കാണിച്ചേക്കും, പക്ഷേ മുഹമ്മദുർ റസൂലുള്ളാഹി ആകുന്ന എന്റെ നേതാവിന്റെ മുഖത്തേക്ക് ഞാൻ എങ്ങനെ നോക്കും? എന്നെ ഞാനാക്കിയെടുക്കാൻ ആ മനുഷ്യൻ എത്രയാണ് കഷ്ടപ്പെട്ടത്, എത്രയാണ് പട്ടിണി കിടന്നത്, എത്രയാണ് വെട്ടേറ്റത്, എത്രയാണ് ഉറക്കൊഴിവാക്കിയത്, എന്തെല്ലാമാണ് സഹിക്കേണ്ടി വന്നത്. എന്തിനു വേണ്ടിയായിരുന്നത്? എനിക്ക് ഈ ഭൗമലോകത്ത് സുഖകരമായി ജീവിക്കാനുള്ള അവസരം ഒരുക്കാൻ. എന്നിട്ടും ആ വലിയ മനുഷ്യനോട് ഞാൻ ധിക്കാരം കാണിച്ചില്ലേ? ഞാൻ എന്റെ ഹബീബിന്റെ മുഖത്തേക്ക് എങ്ങനെ നോക്കുമെന്ന് ചോദിക്കുമ്പോ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് നിങ്ങളെ വിളിക്കാൻ പറയുന്നത് എന്ന് കേൾക്കുമ്പോ വേച്ച് ആ ചെറുപ്പക്കാരൻ പുറപ്പെടുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കാരം തുടങ്ങി മദീന പള്ളിയിലെത്തിയപ്പോ പിറകിൽ ആ മനുഷ്യൻ നിസ്കരിക്കാൻ നിന്നു. വലതുഭാഗത്ത് അലി തങ്ങളുണ്ട്, ഇടതുഭാഗത്ത് സഫ്വാൻ തങ്ങളുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് ഫാത്തിഹ കഴിഞ്ഞിട്ട് ഓതാൻ തുടങ്ങി, അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂൻ ثم كلا سوف تعلمون كلا لو تعلمون علم اليقين لترون الجحيم എന്ന് വരെ എത്തിയതാ. നരകത്തെ നിങ്ങൾ നേരിട്ട് കണ്ടുമുട്ടുന്ന ഒരു ദിവസം വരാനുണ്ടെന്ന അതിഗൗരവമുള്ള വാക്കങ്ങെത്തിയപ്പോ അദ്ദേഹം ഒരു ശബ്ദമുയർത്തി വീടുകയാണ്. നിസ്കാരം പെട്ടെന്ന് തീർത്ത് നബിത്തങ്ങൾ വന്നു നോക്കിയപ്പോ അയാൾ താഴെ വീണ് കിടക്കുന്നു. നബിത്തങ്ങൾ പറഞ്ഞു, അല്പം വെള്ളമെടുത്ത് മുഖത്ത് കുടഞ്ഞു നോക്കൂ. ആ സ്വഹാബിയെ നോക്കിയിട്ട് പറയുന്നു, അദ്ദേഹം മരണപ്പെട്ടു പോയിരിക്കുന്നു നബിയെ, അദ്ദേഹം മരണപ്പെട്ടു പോയിരിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ, ഒരു ചെറിയ ലൈംഗിക അരാജകത്വത്തിന്റെ ഓർമ്മകൾ മനസ്സിൽ വന്നതിന് ഒരു മനുഷ്യന് ഇത്രമാത്രം സങ്കടപ്പെടാൻ സാധിക്കും വിധം അറേബ്യയിലെ ജനങ്ങളെ മാറ്റിയെടുത്ത ഒരു മഹാമനുഷ്യന്റെ പേരാണ് ലോകതലത്തിൽ നാം ചർച്ച ചെയ്യുന്ന മുഹമ്മദ് മുസ്തഫ എന്ന വസ്തുത പുതിയ കാലഘട്ടത്തിൽ, പുതിയ അന്തരീക്ഷത്തിൽ ലോകം വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഒന്നുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ കേരളത്തിൽ നിയമസഭയിൽ വല്ലപ്പോഴുമൊക്കെ നമ്മൾ ഒരുമിച്ചിരിക്കാറുള്ളൂ. എപ്പോഴും പരസ്പരം കടിച്ചു കീറിയെങ്കിലേ രാജ്യത്ത് പ്രതിപക്ഷമാവുകയുള്ളൂ, ഭരണപക്ഷമാവുകയുള്ളൂ എന്നാണ് നമ്മളൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്നത്. 100% നന്മയാണെന്ന് ബോധ്യപ്പെട്ടാലും ഭരണത്തെ എതിർക്കുക എന്നത് ഇടതും വലതും ഒരുപോലെ ഞങ്ങളുടെ ജീവിതത്തിന്റെ ലക്ഷ്യമായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു അന്തരീക്ഷം നമ്മുടെ നിയമസഭകളിൽ ഏറെക്കാലമായി കേരളീയ സമൂഹം അനുഭവിച്ചു കൊണ്ടിരിക്കാറുണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് കടക്കാനല്ല ഇത് പറയുന്നത്. അപൂർവമായി നമ്മൾ ഒരുമിച്ച് കൈ ഉയർത്തിയ ഒരു മുദ്രാവാക്യമുണ്ട്. നമ്മുടെ രാജ്യത്തെ ഇടതുപക്ഷവും വലതുപക്ഷവും ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുമിച്ച് 24 മണിക്കൂർ നിയമസഭ നിർത്തിവെച്ചുകൊണ്ട് ചർച്ച നടത്തിയൊരു പ്രമേയമുണ്ട്.
ആ പ്രമേയം എന്തായിരുന്നു? നമ്മുടെ രാജ്യത്തെ വളർന്നു വരുന്ന ചെറുപ്പക്കാർ, ആ ചെറുപ്പക്കാർ ലഹരിയുടെ അടിമകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. രാജ്യത്തിൽ 65% യുവാക്കൾ നിരന്തരമായി ലഹരി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ വളർന്നു വരുന്ന യുവത്വത്തിലെ മഹാഭൂരിപക്ഷത്തിൽ ലഹരി പിടികൂടിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഭീമാകരമായ ലഹരിയുടെ വ്യാപനം നമ്മുടെ രാജ്യത്തുണ്ടാകുന്നു. കേരളത്തിലെ ഹൈസ്കൂളിൽ 1054 ഹൈസ്കൂളുകളെയാണ് ലഹരിയുടെ പ്രചാരകർ കടന്നുപിടിച്ചിരിക്കുന്നത്. വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്ന ഈ ലഹരി വ്യാപനത്തെ സ്വാഭാവികമായും നമ്മുടെ രാജ്യത്തെ ഗവൺമെന്റും പ്രതിപക്ഷവും ഒരുപോലെ ഗൗരവത്തോടെ കാണുകയും ഓപ്പറേഷൻ പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്തു. അതിന്റെ ഫലമായി ഒട്ടേറെ ലഹരി വസ്തുക്കളെയും ദാതാക്കളെയും ഒക്കെ പിടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തിനായിരിക്കും ഇത്? നമുക്കൊക്കെ അറിയാവുന്നതുപോലെ ഒരു തവണ ലഹരി ഉപയോഗിക്കുമ്പോ 1500 തിരിച്ചറിവിന്റെ സെല്ലുകളാണ് സുധാകരന് നഷ്ടപ്പെടുന്നത്. 36 രോഗങ്ങൾക്കാണ് ഉപകാരണമായി ലഹരി മാറുന്നത്. ലോകരാഷ്ട്രത്തിൽ ഒരിടത്തും ഇതുവരെ മരുന്ന് കണ്ടെത്താത്ത ഭീകരമായ 3 രോഗാണുക്കളാണ് അബ്ദുൾ റഊഫ് ലഹരി ഉപയോഗിക്കുക വഴി അവന്റെ ശരീരത്തിലേക്ക് കടന്നു വരുന്നത്. 56 രോഗങ്ങൾക്ക് ഉപകാരണമാണ് മദ്യം. 74% രാജ്യത്തുണ്ടാകുന്ന ക്യാൻസറിന്റെ കാരണക്കാരൻ ലഹരിയാണ്. 86% നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ആക്സിഡന്റുകൾ നിർമ്മിക്കുന്നത് ലഹരിയാണ്. 90% കുടുംബ കലഹങ്ങൾ ഉണ്ടാക്കുന്നത് ലഹരിയാണ്. രാജ്യത്ത് നടക്കുന്ന ആത്മഹത്യകളും കൂട്ട ആത്മഹത്യകളും നടക്കുന്നതിന്റെ പിന്നിൽ ലഹരിയാണ്. നമ്മുടെ രാജ്യത്ത് ഈ കഴിഞ്ഞ 1-2 മാസങ്ങൾക്കിടയിൽ മാത്രം നടന്ന കൊലപാതകങ്ങൾ നിങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കൂ. സ്വന്തം കുടുംബത്തിൽ 5 പേരെ കൊന്നവർ, സ്വന്തം അച്ഛനെ കൊന്നവർ, സ്വന്തം മകനെ കൊന്നവർ, അങ്ങനെ ഭീകരമായ കൊലവിളികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകളുടെയും പേരവസ്തു ലഹരിയാണ്. ഈ ഭീകരമായ ലഹരി നമ്മുടെ രാജ്യത്ത് വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ ഞാൻ ഇത്രയും പറഞ്ഞത് ഹലാൽ ലഹരിയെ കുറിച്ചാണ്. ഹലാൽ ലഹരി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗവൺമെന്റ് അനുവദിച്ചു കൊടുക്കുന്ന ലഹരി. ആ ലഹരി ഇത്രയും കടുപ്പമാണെങ്കിൽ ഇപ്പോ നമ്മുടെ ചെറുപ്പക്കാർക്ക് ഇതൊന്നും പോരാ. നമ്മളിപ്പോ സിൻഡിക്കേറ്റ് ലഹരിയിലേക്ക് കടന്നിരിക്കുന്നു. ആ ലഹരിയുടെ പ്രത്യേകത എന്താണ്? MDMA പോലെയുള്ള ലഹരികൾ ഒരാൾ ഉപയോഗിക്കുമ്പോ ആ മനുഷ്യൻ 3 വർഷം കൊണ്ട് അവന്റെ നെല്ലുകൾ മുഴുവനും നിരമ്പിപ്പോകുന്നുണ്ട്. 10 വർഷത്തിനിടെ ആ മനുഷ്യൻ ഇനി ജീവിക്കുകയില്ല എന്ന് അവർ തന്നെ പറയുകയാണ്. കില്ലർ എന്നാണ് അവരതിന് പേര് കൊടുത്തിരിക്കുന്നത്. ഈ ലഹരിയാണ് നമ്മുടെ രാജ്യത്തേക്ക് കോടാനുകോടി രൂപയുടെ ലഹരി വസ്തുക്കളായി അകന്നേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു പഞ്ചസാരയുടെ തരിയുടെ മാത്രം വലിപ്പമുള്ള ലഹരി ഉപയോഗിക്കുന്നവരായി മലയാളികളിൽ 65% മാറിക്കൊണ്ടിരിക്കുന്നു എന്നാണ് നമ്മുടെ രാജ്യത്തിലെ ഉത്തരവാദപ്പെട്ടവർ കണക്കുകൾ നിരത്തി വെച്ച് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് നമ്മെ തന്നെ പേടിക്കേണ്ട ഒരു അവസ്ഥയാണുള്ളത്. എല്ലാ വീടുകളും കുടുംബങ്ങളെയും ഭയത്തോടെ കാണേണ്ട അവസ്ഥയാണുള്ളത്. കേരളത്തിലെ ധാരാളം വീട്ടമ്മമാർ രാത്രി ഇന്ന് അന്തിയുറങ്ങാറില്ല. എപ്പോഴാണ് എന്റെ മകൻ എന്റെ റൂമിലേക്ക് കഠാരയുമായി കടന്നു വന്ന് എന്റെ കഴുത്തിലെ ചെയിൻ പൊട്ടിച്ചെടുക്കുന്നത് എന്ന് പറയാൻ കഴിയില്ല. എന്റെ പ്രിയപ്പെട്ട മകളെ എപ്പോഴാണ് എന്റെ സ്വന്തം മോൻ കയറി പിടിക്കുന്നതെന്ന് പറയാൻ കഴിയില്ല. എത്രയോ പെൺകുട്ടികൾ നട്ടപ്പാതിരക്ക് പോലീസ് സ്റ്റേഷനിൽ അഭയം തേടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഭീകരമായ അന്തരീക്ഷം നമ്മുടെ രാജ്യത്തുണ്ടാകുമ്പോ നിങ്ങൾ ആലോചിച്ച് നോക്കും, മതം എന്താണ് പറയുന്നത്? മതം എന്താണ് പറയേണ്ടത്? രാജ്യത്തെ മുഴുവൻ മതവിഭാഗത്തോടും ഞാൻ വളരെ താഴ്മയോട് പറയട്ടെ, സ്വന്തം മതം എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്ന് ഈ സമയത്ത് നിങ്ങൾ ആലോചിക്കണം. ഒരു മതത്തെയും മികഴ്ത്തുവാനോ ചെറുതായി കാണിക്കുവാനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല. മതമില്ലാത്തവരെന്ന് പറയുന്നവർക്ക് ഇവിടെ എന്താണ് പ്രതിവിധി പറയാനുള്ളത് എന്നും ഞാൻ ചോദിക്കുന്നില്ല. ഞാൻ പറയുന്നത് വിശുദ്ധ ഇസ്ലാം എന്താണ് ഇവിടെ പറയുന്നത് എന്താണ്? ഇന്നമൽ ഖംറു വൽ മൈസറു വൽ അൻസാബു വൽ അസ്റാമു റിജ്സും മിൻ അമലി ശൈത്താൻ ഫജ്തനിബൂ. ജനങ്ങളെ, മദ്യം അപകടകാരിയാണ്. മദ്യം നിങ്ങളെ കുടുംബകലഹം ഉണ്ടാക്കുന്നതാണ്. മദ്യം നിങ്ങളെ അപകടത്തിലേക്ക് എത്തിക്കുന്നതാണ്. ഫജ്തനിബൂ. അതുകൊണ്ട് നിങ്ങൾ അത് ഉപേക്ഷിക്കേണ്ടിയിരിക്കുന്നു എന്ന കർശനമായ നിയമം എന്തിനായിരിക്കും അല്ലാഹു നൽകിയിരിക്കുന്നത്? പക്ഷേ ഇവിടെ ഒരുപാട് തിസീസുകളുണ്ട്. ലഹരി വിരുദ്ധ സംഘടനകളുണ്ട്, ലഹരി നിർമ്മാർജ്ജന സംഘടനകളുണ്ട്, ലഹരി നിരോധന സംഘടനകളുണ്ട്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇസ്ലാം ഒരു പ്രാക്ടിക്കലായ രൂപം ഇവിടെ കണ്ടുവെക്കുകയാണ്. എന്താണ് ആ പ്രാക്ടിക്കലായ രൂപം? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. വിവാഹത്തോട് മുറം തിരിഞ്ഞിരുന്ന ഒരുപാട് പ്രസ്ഥാനങ്ങൾ അവസാനം വിവാഹത്തിന് വേണ്ടി, അതിനുള്ള അനുവാദത്തിന് വേണ്ടി വത്തിക്കാനിൽ മുറവിളി കിട്ടിക്കൊണ്ടിരിക്കുന്നത് നാം കാണുന്നുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് അവരെയെങ്കിലും വേദനിപ്പിക്കാനല്ല ഇത് പറയുന്നത്. പ്രായോഗിക തലത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ ഒന്ന് ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നു എന്ന് മാത്രം. അതേ സമയത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ രാജ്യത്ത്, ഈ രാജ്യത്തെ ജനസമൂഹത്തോട് ലഹരി ഉപയോഗിക്കരുത് എന്ന് മാത്രം പറഞ്ഞു നിർത്തിയാൽ പ്രായോഗിക രാജ്യത്ത് നിലനിർത്താൻ സാധിക്കുമോ എന്ന് കേരളം വിളിച്ചു പറയുന്നുണ്ട്, ഇന്ത്യ വിളിച്ചു
വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, ലോകം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അമേരിക്കൻ സാമ്രാജ്യം ലോകത്തെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. പക്ഷേ തലക്ക് വെളിവുള്ള 13% ആളുകൾ മാത്രമേ അമേരിക്കയിൽ ജീവിച്ചിരിക്കുന്നുള്ളൂ എന്ന വസ്തുത എത്ര പേർക്കാണ് അറിയുക? ബാക്കി മുഴുവൻ ആളുകളും ലഹരിയുടെ അടിമകളാണ്. സ്വന്തം ജീവിതത്തിന് ഒരു ലക്ഷ്യമോ കാഴ്ചപ്പാടോ ഇല്ലാത്തവരാണ്. എന്തേ യൂറോപ്പിൽ ഇസ്ലാമും വളർന്നു വരുന്നത്? എന്തേ അവിടെ പുതിയ പള്ളികൾ വളർന്നു വരുന്നത്? ജനസംഖ്യയിൽ വലിയൊരു വിഭാഗം മുസ്ലിങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നത്? തങ്ങളുടെ ജീവിതം നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികൾക്ക് പരിഹാരം നൽകാൻ സാധിക്കുന്ന ഒരു തിസീസ് ഞങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ ഇതുവരെ നിലനിൽക്കുന്ന മതഗ്രന്ഥങ്ങൾക്ക് സാധിക്കാതെ വരുമ്പോഴാണ് പുതിയ ജീവിതത്തിന്റെ മാർഗങ്ങൾ തേടി, രക്ഷപ്പെടാനുള്ള വഴികൾ തേടി ലോകത്ത് ബുദ്ധിയുള്ളവരും ചിന്തിക്കുന്നവരും എഴുത്തുകാരും കടന്നു വരിക. ഞാനിവിടെ സൂചിപ്പിക്കുന്നത് മതം എന്താണ് പറയുന്നത്? നിങ്ങൾ ലഹരി ഉപയോഗിക്കരുത് എന്ന് മാത്രം പറഞ്ഞു നിർത്തിയാൽ മതിയോ? മലയാളി ഭക്ഷണം കഴിക്കാൻ ഉപയോഗിക്കുന്നതിന്റെ 10 ഇരട്ടി പണമാണ് ലഹരിക്ക് വേണ്ടി ഇന്ന് ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ രാജ്യത്തിലെ വലിയൊരു വിഭാഗത്തിന്റെ ഇഷ്ടഭക്ഷണമാണ് ലഹരി. ആ ലഹരിയെ നിരാകരിക്കണമെന്ന് ഒറ്റയടിക്ക് പറഞ്ഞു നിർത്തിയത് കൊണ്ട് മാത്രം ലഹരിയിൽ നിന്ന് സമൂഹത്തെ രക്ഷപ്പെടുത്താൻ കഴിയില്ല. പിന്നെ എന്താണ് മതം പറയുന്നത്? മതം പറയുന്നത്, മനുഷ്യ, നീ ഇപ്പോൾ ഹോസ്പിറ്റലിലാണ്, ഹോസ്പിറ്റലിലെ ഓപ്പറേഷൻ തിയേറ്ററിലാണ്. അല്ലെങ്കിൽ കുറച്ചുകൂടി ലളിതമായി പറഞ്ഞാൽ, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ മദനി ഉസ്താദ്, അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ, അദ്ദേഹം ഒരു ചെറിയ സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. വലിയ സ്ഥാപനമായത് വളർന്നു വരുന്നുണ്ട്. എനിക്ക് വല്ലാത്ത സന്തോഷം തോന്നിയ വെളിച്ചെന്നപ്പോ അള്ളാഹു അത് വലിയൊരു സൗധമായി കണ്ടു മരിക്കാൻ നമുക്ക് ഭാഗ്യം നൽകുമാറാവട്ടെ. സഹായിച്ച സഹകരിച്ചവർക്കൊക്കെ അള്ളാഹു വലിയ പ്രതിഫലം നൽകുമാറാവട്ടെ. ബഹുമാനപ്പെട്ടവരുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ചെറിയ കുട്ടി, അദ്ദേഹത്തിന്റെ പേരക്കുട്ടി ഉണ്ടായി എന്ന് സങ്കല്പിക്കുക. എന്നെയും വിളിച്ചു. ഒരു പഴയ കമ്പനി എന്ന നിലയ്ക്ക് ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചവരാണ്. അതുകൊണ്ട് ആ പഴയ ടീം എന്ന നിലയ്ക്ക് എന്നെയും വിളിച്ചു. ഏതാ 7ാമത്തെ ദിവസം ഹക്കീക്കറുത്ത് ഗംഭീരമായി ബിരിയാണി വെച്ച് അടിക്കുക. അപ്പൊ തൊട്ടിരി കിടക്കുന്ന കുട്ടി ചോദിക്കാണ്, അപ്പ എന്തായി ചെയ്തുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ എന്തായി കാണിക്കുന്നത്? എന്റെ പേരും പറഞ്ഞ് ബിരിയാണി വെച്ച് നിങ്ങൾ സ്വന്തമായി കഴിക്കാണോ? ഒരു കഷ്ണെങ്കിലും എനിക്ക് തരുന്നില്ലേ എന്ന് ചോദിച്ചാൽ ബഹുമാനപ്പെട്ട മദനി ഉസ്താദ് കൊടുക്കോ? തങ്ങൾ ഉപ്പാപ്പ റെക്കമെൻഡ് ചെയ്യോ? ഇല്ല. ഈ സ്റ്റേജിലിരിക്കുന്ന ഏതെങ്കിലും പണ്ഡിതന്മാർ കൊടുക്കൂന്ന് നിർദ്ദേശിക്കോ? ഇല്ല. എന്താ കൊടുക്കാത്തത്? സ്നേഹം കൊണ്ടാണോ വെറുപ്പ് കൊണ്ടാണോ? സ്നേഹം കൊണ്ടാണ്. മദനി ഉസ്താദിനറിയാം, ഈ പണ്ഡിതന്മാർക്കറിയാം, മനുഷ്യർക്കറിയാം, ഈ തൊട്ടിലി കിടക്കുന്ന കുട്ടിക്ക് ഇന്ന് ബിരിയാണി കൊടുത്താൽ ഈ കുട്ടിയുടെ അവസാനത്തെ ബിരിയാണിയാണ്. അതേസമയത്ത് ആമാശയം ഒന്ന് ഉറച്ച് ദഹനശേഷിയൊക്കെ ഒന്ന് റെഡിയായിട്ട് ബിരിയാണി കൊടുത്താലോ ഏറെക്കാലം ഈ കുട്ടിക്ക് ബിരിയാണി കഴിക്കാൻ കഴിയും. ഇതാണ് മതം പറയുന്നത്. മനുഷ്യരെ, ഇവിടെ വെച്ച് നിങ്ങൾ ലഹരി ഉപയോഗിക്കുമ്പോ മാരകമായ രോഗത്തിന്റെ അടിമയായി മാറും. സാമൂഹ്യ അന്തരീക്ഷത്തെ മലീമസമാക്കും. കുടുംബത്തെ തകർക്കാൻ അത് കാരണമാകും. സ്വമേധയാ മനുഷ്യൻ പരസ്പരം കുത്തിക്കൊല്ലുന്ന ഒരവസ്ഥ വരും. ആത്മഹത്യകൾ വർദ്ധിക്കും. ക്യാൻസറുകൾ ഉണ്ടാകും. രാജ്യത്ത് ഒരുപാട് അരാജകത്വങ്ങൾ നിറമാടും. ഈ അവസ്ഥ വരാതിരിക്കാൻ ഒരൽപ്പം വെയിറ്റ് ചെയ്യൂ. നിങ്ങളുടെ ആമാശയം ഒന്ന് ഉറക്കട്ടെ, ദഹനശേഷി ഒന്ന് റെഡിയാവട്ടെ. ഒരു 70 വർഷം പ്ലീസ്. 70 വർഷത്തിന് ശേഷം നിങ്ങൾക്കൊരു ശരീരം വരാനുണ്ട്. ആ ശരീരത്തിന് രോഗാണുക്കളില്ലാത്ത ലോകമാണ്. അവിടെ പോയിട്ട് ആർക്കും ആശുപത്രി തുടങ്ങാൻ പറ്റൂല. രോഗാണുക്കളില്ലാത്തൊരു ലോകമാണ് മരണാനന്തര രോഗമെന്ന് പറയുന്നത്. അവിടെ നമുക്ക് തീർച്ചയായും രോഗിയാവില്ല, ക്ഷീണമുണ്ടാവില്ല, തളർച്ച വരികയില്ല, നമ്മൾ ഒരിക്കലും പ്രായമാവില്ല. സ്വർഗത്തിൽ ഒരു മനുഷ്യന്റെ അവസ്ഥ എന്താണ്? ഹാപ്പി, പിന്നെയോ വീണ്ടും ഹാപ്പി, പിന്നെയോ വീണ്ടും ഹാപ്പി. അങ്ങനെയുള്ള ഒരു ലോകം. കാര്യമെന്ന് പറയുന്ന ഒരു സംഗതി അവിടെയില്ല. ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പ വലിയ എഴുത്തുകാരനാണ്, നന്നായി വായിക്കുന്നയാളാണ്. ഈ പരിപാടിയൊന്നും സ്വർഗത്തിൽ നീട്ടിവെക്കേണ്ട കാര്യമില്ല. പണിയെടുക്കുക എന്ന പരിപാടിയെ സ്വർഗത്തിലില്ല. സ്വർഗത്തിലെത്തിയാൽ പിന്നെ തരികിട കളിക്കുക മാത്രമാണ് പരിപാടി എന്നാണ് ഞാൻ എന്റെ ഭാഷയിൽ പറയാം. കളിക്കാനായിട്ടൊരു ലോകം, കാര്യമില്ലാത്തൊരു ലോകം. ലഹുമ്മായ ഇസ്തഹൂൻ, ആഗ്രഹിക്കുന്നത് മുഴുവനും കിട്ടുന്ന ഒരു ലോകം. ഇരിക്കുന്ന നിങ്ങളോടൊക്കെ ആഗ്രഹിച്ചോളൂ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ആഗ്രഹിക്കാനുണ്ടാകും, അതങ്ങനെ തന്നെ അപ്പോൾ വരികയാണ്. അങ്ങനെയുള്ള ഒരു ലോകമുണ്ട് അവിടെ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന അനുജന്മാരെ, അവിടെ നമുക്കൊരു ടർഫുണ്ട്. ഇടയ്ക്ക് ഞാൻ എന്ന് പറഞ്ഞോട്ടെ, ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരു 4 മണിക്കൂർ ടൈം പോട്ടെ, 5 മണിക്കൂർ ടൈം കണ്ടിന്യൂ ആയിട്ട് കളിക്കാൻ പോകുന്നവരൊന്ന് കൈബുക്ക്. ഞാൻ പറയാനൊക്കെ എളുപ്പമുണ്ടാവും. ഒരു 2 മണിക്കൂറാകുമ്പോ തന്നെ നമ്മളൊന്ന് നന്നായി ക്ഷീണിക്കും. 3 മണിക്കൂറാകുമ്പോ കിതക്കും. 4 മണിക്കൂറായ നമ്മൾ ഇരിക്കും. 5ാമത്തെ മണിക്കൂറിൽ എണീറ്റ് കളിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. അതേ സമയത്ത് അവിടെ ചെന്നാൽ പിന്നെ ക്ഷീണിക്കൂല, തളരൂല, ഉറക്കില്ല, വിഷമില്ല, വിശപ്പില്ല. അങ്ങനെ ഒരു ലോകമുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ.
നോക്കൂ, ടോയ്ലറ്റിലേക്ക് പോകേണ്ട ഗതികേട് പോലും ഇല്ലാത്തൊരു ലോകം, എന്തും ആഗ്രഹിച്ചാൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ലോകം. ആ ലോകത്ത് കടന്നു പോകുമ്പോ വഴിയോരത്തൊരു ടറഫുണ്ട് അനുജന്മാരെ. ആ ടറഫ് ഒന്ന് ബുക്ക് ചെയ്തിട്ട് വേണം നമുക്ക് പോകാൻ. ആ ടറഫിന്റെ പ്രത്യേകത എന്താണ്? 50,000 വർഷം നടന്നുപോയാൽ എത്തിച്ചേരാൻ കഴിയുന്ന അത്രയും വലിയ നീളമുണ്ട് ആ ടറഫിന്. അതിന്റെ വീതിയോ 40,000 വർഷം യാത്ര ചെയ്താൽ എത്തുന്ന അത്രയും വീതിയാണ്. ഇതൊക്കെ താഴത്തെ കാവ്യ പറയുമ്പോ ഇങ്ങനെ കൃത്യം തന്നെയാണോ എന്ന് നാളെ എന്നോട് ചോദിക്കുന്നവരുണ്ടാകും. മൊബൈൽ നമുക്ക് വന്നിട്ട് കമന്റ് പറയുന്നവരുണ്ടാവും. അവരോടൊക്കെ എനിക്ക് സോറി, ഞാൻ ഇതിനെക്കുറിച്ചൊന്നും വിവരമില്ലാത്തവനാണ്. പക്ഷെ വിവരമുള്ളൊരു മനുഷ്യൻ എന്റെ നേതാവായി ഉണ്ട്. അദ്ദേഹം കണ്ടുവന്നു പറഞ്ഞത് പറയാൻ ഞാൻ ബാധ്യസ്ഥനായതുകൊണ്ട് എന്റെ വകയായി ഒന്നും പറയാതെ അതേ ആ മഹാമനുഷ്യരുടെ വാക്ക് കടമെടുത്തു പറയുക മാത്രമാണ് ചെയ്യുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആ ടറഫ് മുഴുവനും, വിശാലമായ ടറഫ് മുഴുവനും വെള്ള ഡയമണ്ടുകൾ പതിഞ്ഞു കിടക്കുകയാണ്. വെള്ള ഡയമണ്ടുകൾ പതിഞ്ഞു കിടക്കാൻ കൈയിപ്പോ തൊട്ടടുത്ത് സ്വർണത്തിന് വല്ലാതെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളൊക്കെ ഡയമണ്ടിലേക്ക് മാറാൻ തീരുമാനിച്ചു സങ്കല്പിച്ചു നോക്കൂ. ജ്വല്ലറി കയറിയിട്ട് ഡയമണ്ട് ചോദിച്ചാൽ ഒരു ചെയിനിന്റെ ലോക്കറ്റിന്റെ ഭാഗത്ത് ഇച്ചിരി പോകുന്ന ഡയമണ്ട് വെച്ച് തരും. അതാണ് ഡയമണ്ടിന്റെ ആഭരണമെന്ന് ഇന്ന് നമ്മൾ പറയുന്നു. അതേ സമയത്ത് 40,000 വർഷം വീതിയും 50,000 വർഷം നടന്നാലെത്തുന്ന നീളവുമുള്ള ഒരു ഗ്രൗണ്ട് മുഴുവനും വെള്ള ഡയമണ്ടുകൾ പതിച്ചു കിടക്കും. അതിന്റെ തിളക്കം എന്തായിരിക്കും? അതിന്റെ ചുറ്റുഭാഗത്ത് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് സ്വർണത്തിന്റെ ഗംഭീരമായ വൃക്ഷങ്ങളാണ്. അങ്ങനെയൊക്കെയുള്ള ഒരു ലോകമുണ്ട്. അങ്ങനെയുള്ള ഒരു ലോകത്തെ കുറിച്ച് മതം പഠിപ്പിക്കുന്നുണ്ട്. ആ മതം പഠിപ്പിച്ചിട്ട് പറയുന്നത് എന്താണ്? ആ സ്വർഗത്തിലേക്ക് എത്തുന്ന സാഹചര്യത്തിൽ ഒട്ടുവളരെ ഗുണവിശേഷങ്ങൾ അവിടെയുണ്ട്. ആ കൂട്ടത്തിൽ ഗുണവിശേഷങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഹൂറലീങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവും, സ്ത്രീകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ കാണുന്ന വടുതലയെ കുറിച്ച് ഒരാള് ഒരു കഥ എഴുതുകയാണ്. ഈ വടുതലയുടെ ഒരു കഥ എഴുതുമ്പോ അതല്ലെങ്കിൽ ഒരു ഗ്രാമത്തിന്റെ ചിത്രം വരയ്ക്കുകയാണ് ചിത്രകാരൻ. ആ ചിത്രം വരയ്ക്കുമ്പോൾ മരങ്ങൾ ഉണ്ടാകും, ചെടികൾ ഉണ്ടാകും, വലിയ പുഴകൾ ഉണ്ടാകും, ധാരാളം കൃഷികൾ ഉണ്ടാകും. ആ കൂട്ടത്തിൽ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഉണ്ടാകും, കുട്ടികൾ ഉണ്ടാകും, അവിടെ സ്കൂളുകൾ ഉണ്ടാകും. അതിൽ നിന്ന് ഒരു സ്ത്രീയെ വരച്ച ചിത്രത്തിലെ ആ പെൺകുട്ടിയുടെ നിഗംബത്തെ കുറിച്ച് പറഞ്ഞിടത്തു മാത്രം നമ്മുടെ കണ്ണ് ഒതുങ്ങി നിൽക്കുകയും അതിന്റെ പേരിൽ മതത്തെ പ്രതികൂട്ടിൽ നിർത്തുകയും ചെയ്യുന്നത് വിവരക്കേടാണ് എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഞാൻ പറയുന്നത് സ്വർഗത്തെ കുറിച്ച് പറഞ്ഞു വെച്ച ധാരാളം കാര്യങ്ങളുണ്ട്. ഇഷ്ടമുള്ളവന് സ്വീകരിക്കാം, ഇല്ലെങ്കിൽ ലാൽസലാം, ലാ ഇക്റാഹ ഫിദ്ദീൻ. ആർക്കും ഒരു നിർബന്ധവുമില്ല ഇത് വിശ്വസിച്ചോളണമെന്ന്. നിങ്ങൾക്ക് നിങ്ങളുടെ മതമനുസരിച്ചും മതമില്ലായ്മയനുസരിച്ചും ജീവിക്കുന്നതിന് ഇസ്ലാമിൽ ഒരു തടസ്സവും ഇല്ല. ആർക്കും അങ്ങനെ നിങ്ങൾ നിർബന്ധിച്ചതിൽ കൊണ്ടുവരാൻ സാധിക്കില്ല. മറിച്ച് എനിക്ക് വിശ്വസിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഇല്ലെന്ന് പറയുന്നത് എന്നോട് കാണിക്കുന്ന കടന്നുകയറ്റമാണ്. അത് ചെയ്തുകൂടാ എന്ന് നമ്മുടെ ഭരണഘടന പറയുന്നുണ്ട് എന്ന് ഞാൻ പറയുന്നുണ്ട്. ഞാനിവിടെ പറയുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആ സ്വർഗത്തിന്റെ മുറ്റത്ത് വെച്ച് നിങ്ങൾക്ക് മദ്യപിക്കാം. ആ മദ്യപിക്കുമ്പോ നിങ്ങൾക്ക് അതിന് 70,000 വർഷം അതിന്റെ മധുരം നാവിൽ നിന്ന് മറക്കാത്ത മദ്യമാണ്. എന്തേ നിങ്ങൾ മദ്യപിക്കാമെന്ന് പറയാൻ കാരണം? ഇവിടെ രോഗമാവില്ല, ഇവിടെ കുടുംബകലഹങ്ങൾ ഉണ്ടാവില്ല, അതിന്റെ പേരിൽ മത്തുപിടിക്കുകയില്ല, ബുദ്ധി നഷ്ടപ്പെടുകയില്ല. അത് ആവേശത്തിനും സന്തോഷത്തിനും ഒരു വല്ലാത്ത ഉന്മാദത്തിനും വേണ്ടി മാത്രം കഴിക്കുന്ന ഒരു ഭക്ഷണപാനീയമാണ് അവിടെയുള്ള ലഹരി എന്ന് പറയുന്നത്. എന്നാൽ ഇന്നത്തെ ലഹരിയേക്കാൾ എത്രയോ 10 മടങ്ങ് ആസ്വാദകമാണ് ആ ലഹരി. ഞാൻ പറയുന്നത് ഈ ലഹരിക്ക് വേണ്ടി നിങ്ങൾ ഒരു അല്പം വെയിറ്റ് ചെയ്യൂ. ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് തന്നെ ബിരിയാണി ചോദിക്കല്ല മോനെ എന്നേ മതം പറയുന്നുള്ളൂ. ഞാൻ എന്റെ കൂട്ടുകാരോട് പറയുന്നത്, ഈ മതം ഏത് മനുഷ്യനാണ് സ്വീകരിക്കാൻ തടസ്സമുണ്ടാവുക? ഞാൻ ഇത്രയും സംസാരിച്ച് ഈ മതത്തിന് ആർക്കാണ് നിരാകരിക്കാൻ കഴിയുക? ആർക്കാണ് ഇതിനോട് വിയോജിക്കാനാവുക? ഈ രാജ്യത്ത് നിലനിൽക്കുന്ന സാമൂഹിക പ്രതിസന്ധികൾക്ക് മുഴുവനും വിശുദ്ധ ഇസ്ലാം കൃത്യമായി മറുപടി നൽകിയിട്ടുണ്ട്. ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് നടക്കുന്ന വലിയ സംഘർഷങ്ങളും പരസ്പരം വിദ്വേഷങ്ങളും വലിയ വലിയ വെല്ലുവിളികളും ഒക്കെ ഉണ്ടല്ലോ. ഞാൻ ആരെയും പ്രതിയാക്കി നിർത്തുന്നില്ല. ഒരു കാര്യം മാത്രം ഞാൻ പറഞ്ഞോട്ടെ, ബദർ യുദ്ധം നടക്കുകയാണ്. നിർണായകമായിരുന്നു ആ സമയത്ത്. 300 ചില്ലാനം വരുന്ന നിരായുധരായ മനുഷ്യർ ഒരു ഭാഗത്ത്, മറുഭാഗത്ത് വേട്ടപ്പട്ടികളെ പോലെ ഭീകര താണ്ഡവുമായി കടന്നു വരുന്ന സർവസായുധരായ 1000-ലേറെ പേരുകൾ. അവർ ഒരുമിച്ച് നിന്നുകൊണ്ട് 313 വരുന്ന നിരായുധരെ നിഷ്കാശനം ചെയ്യാൻ നടത്തിയ ആ ബദർ യുദ്ധത്തിന്റെ അവസാനം മുസ്ലിങ്ങൾ വിജയിക്കുകയാണ്. 70 ആളുകൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. അവരൊക്കെ 70 മരത്തിൽ വെച്ച് കെട്ടിയിരിക്കുന്നു. രാത്രിയായി ക്ഷീണത്തിന്റെ കാഠിന്യം കൊണ്ട് ഓരോ സഹാബിയും അങ്ങിങ്ങായി ഉറങ്ങിപ്പോയി.
പോയി. പക്ഷേ ആ സദസ്സിൽ രണ്ടുപേര് മാത്രം ഉറങ്ങുന്നില്ല. ഒന്ന് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അല്ലാഹുവിന്റെ ഹബീബ് തങ്ങൾ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഈ രണ്ടുപേരും മാത്രമാണ് ഉറങ്ങാത്തത്. തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്ന സിദ്ദീഖ് തങ്ങളോട് നബി തങ്ങൾ ചോദിച്ചു, അബൂബക്കർ നിങ്ങൾ ഉറങ്ങിയിട്ടില്ലേ? ഇല്ല നബിയെ. എന്തേ കാരണം? നിങ്ങൾ ഉറങ്ങാത്തത് കൊണ്ട്. നിങ്ങൾ ഉറങ്ങാതെ എനിക്കെങ്ങനെ ഉറക്കം വരുമോ? ഉസ്താദിനെ നാവ് കൊണ്ട് അനുസരിക്കുന്നവരുണ്ട്, ഉസ്താദിനെ ഹൃദയം കൊണ്ട് അനുസരിക്കുന്നവരുമുണ്ട്. ഹൃദയം കൊണ്ട് ഉസ്താദിനെ അനുസരിക്കാൻ സാധിക്കുക, അതാണ് ഒരു യഥാർത്ഥ ശിഷ്യന് വേണ്ടത്. എന്റെ ഉസ്താദ് പറയുന്നത് നാവ് കൊണ്ട് ഇതാണെങ്കിലും ഉസ്താദിന്റെ മനസ്സിന്റെ ആഗ്രഹം ഇതാണെന്ന് മനസ്സിലാക്കി പെരുമാറാൻ കഴിയുന്ന ഒരു ബുദ്ധിയും വൈഭവമുള്ളവനാണ് യഥാർത്ഥ വിദ്യാർത്ഥിയായി വരിക. ഞാനിവിടെ പറയുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, നിങ്ങൾ എന്തേ ഉറങ്ങാത്ത നബിയെ? അല്ലാഹുവിന്റെ ഹബീബിന്റെ മറുപടി, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യ സഹോദരങ്ങളെ, എന്താണ് ആ മറുപടി എന്നറിയോ? ഈ ബദറിൽ നമ്മളെ കൊന്നുകളയാൻ വേണ്ടി ദീർഘദൂരം യാത്ര ചെയ്തു വന്ന് നമ്മളെ ക്രൂരമായി ആക്രമിച്ചു, നമ്മളെ മക്കയിൽ നിന്ന് ആട്ടിയോടിച്ച് നമ്മുടെ പ്രിയപ്പെട്ടവരെ ക്രൂരമായി ചുട്ടുകൊന്ന് ജീവനുള്ള എന്റെ അനുയായികളെ തിളച്ചുമറിയുന്ന ചട്ടിയിലേക്ക് വലിച്ചെറിഞ്ഞവർ എന്റെ മുഖത്തു നോക്കി എന്റെ പ്രിയപ്പെട്ട ഖബ്ബാബ് വാവിട്ട് നിലവിളിച്ചപ്പോ ചാട്ടവാറിന്റെ അടിയേറ്റ് തെറിച്ചു വരുന്ന ചോരക്കൊപ്പം സ്വന്തം മാംസക്കട്ടങ്ങൾ തെറിച്ചു വരുന്നത് നോക്കി നിൽക്കേണ്ടി വന്ന ഗതികേടില്ലെന്ന് നമ്മളെ ആട്ടി ഓടിച്ചപ്പോ നമ്മൾ പ്രതികരിക്കാതിരുന്നു. അവസാനം മദീനയിൽ 500 കിലോമീറ്റർ ദൂരേക്ക് ഇല്ല, ഒരു രക്തച്ചൊരിച്ചിലിന് ഞാനില്ല, സംഘർഷത്തിന് ഞാനില്ല. എന്റെ ഭാഷ മാനവികതയുടെയാണ്, മനുഷ്യത്വത്തിന്റേതാണ്, മനുഷ്യ സ്നേഹത്തിന്റേതാണ് എന്ന് പറഞ്ഞ് വഴിമാറി വന്നിട്ടും അവിടെയും വന്ന് ആക്രമിക്കാൻ വേണ്ടിയാണ് ശത്രുക്കൾ ഇത്രയും ദൂരം യാത്ര ചെയ്തു വന്നത്. ഇന്നലെ നിരായുധരായ നമ്മളെ സർവസായുധരായവർ ആക്രമിക്കുകയായിരുന്നു. പക്ഷേ നമ്മളെ കൊല്ലാൻ വേണ്ടിയാണ് അവർ യുദ്ധം ചെയ്തതെങ്കിൽ പോലും നമ്മളെപ്പോലെ അവരും ക്ഷീണിച്ചിട്ടില്ലേ അബൂബക്കറെ? ആ മനുഷ്യർക്ക് ഉറങ്ങാൻ കഴിയുന്നില്ലല്ലോ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആരാണ് റസൂലുള്ളാഹി? ലോകത്തിന് പകരം നിൽക്കാൻ, ഈ മനുഷ്യ സ്നേഹത്തിന് പകരം നിൽക്കാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു ചരിത്രത്തെ ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? തങ്ങളെ കാട്ടിൽ നിന്ന് ആട്ടിയോടിച്ചവർ, തങ്ങളെ അനുയായികൾ നിഷ്ഠൂരമായി വെട്ടിക്കൊന്നവർ, ജീവനോടുകൂടി പച്ചയിൽ ചുട്ടുകൊന്നവർ, ആ വിഭാഗം എല്ലാം ഉപേക്ഷിച്ച് മദീനയിലെത്തിയിട്ട് അവിടെയും വന്ന് കൊല്ലാൻ വേണ്ടി അതാ ക്രൂരമായി നേതൃത്വം നൽകിയവർ, പാവപ്പെട്ട 14 സ്വഹാബികളെ വെട്ടി നിരത്തിയവർ, ധാരാളം മുറിവുകളേറ്റ അനുയായികൾ കിടക്കുന്നവർ, ആ പാവപ്പെട്ട ആ മനുഷ്യർക്കിടയിൽ നിന്ന് തങ്ങളെ കയ്യേറ്റം ചെയ്ത ഈ അക്രമകാരികൾക്ക് ഉറങ്ങാൻ കഴിയുന്നില്ലല്ലോ എന്നാലോചിച്ച് അവരും മനുഷ്യരാണല്ലോ എന്ന് ചിന്തിച്ച് ഉറക്കം വരാതെ വിലപിക്കുന്ന ഒരു മനുഷ്യ സ്നേഹിക്ക് ജയ് വിളിക്കാൻ ഈ രാജ്യത്തിലെ മനുഷ്യർക്ക് ബാധ്യതയില്ലേ എന്ന് ഞാൻ എന്റെ മനസ്സിനോട് വളരെ സ്നേഹത്തോടെ ചോദിച്ചു പോവുകയാണ്. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ ഇത് പറയുമ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഞെട്ടിപ്പോയി. ഇങ്ങനെയും ഒരു മനുഷ്യനോ? ഈ സ്നേഹത്തിന് അതിരുകളില്ലല്ലോ. എത്ര വലിയ സ്നേഹമാണത്! അതുകൊണ്ടാണ് അല്ലാഹുവിന് ഉപയോഗിച്ച റഹീം, റഊഫ് തുടങ്ങിയ പദങ്ങൾ ഹബീബായ തങ്ങൾക്ക് വേണ്ടി അല്ലാഹു ഉപയോഗിച്ചു വെച്ചിരിക്കുന്നത്. ആ കാരുണ്യത്തിന് അതിരുകളില്ല. മുഹമ്മദ് റസൂലുള്ളാഹി വല്ലദീന ആമനൂ മഅഹു അശിദ്ദാ അലൽ കുഫാർ. മുഹമ്മദ് റസൂലുള്ളാഹിയാണ്. റസൂലുള്ളാഹി എന്നതിന് പറഞ്ഞു തീർക്കാൻ കഴിയാത്ത സ്നേഹത്തിന്റെ ദൂതരാണ്. ഇന്നക ലഅലാ ഖുൽഖിൻ അലീം. ലോക ചരിത്രത്തിൽ ഒരിക്കലും കടന്നു വരാത്ത അത്രയും വലിയ ഔന്നിത്യമുള്ള സ്വഭാവ ഗുണത്തിനും അപ്പുറത്താണ് അങ്ങയുടെ സ്വഭാവമെന്നാണ് വിശുദ്ധ ഇസ്ലാം പറയുന്നത്. അത് പ്രാക്ടിക്കലായി കാണിച്ചു കൊടുക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. നബി തങ്ങൾ പറയാണ്, അബൂബക്കറെ, നമ്മുടെ അനുയായികളായ സ്വഹാബികളോടൊന്ന് ചോദിക്കോ, ആ മനുഷ്യരൊന്ന് കെട്ടഴിച്ച് വിടില്ലേ നമ്മള്, അവരുമൊന്ന് കിടന്നോട്ടെ. നമുക്കറിയാം മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളുടെ മനസ്സിന്റെ താല്പര്യത്തിനെതിരു നിൽക്കാൻ സാധിക്കാത്തവരാണ് വിശ്വാസികൾ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വാക്കുകൾക്കല്ല, അവിടുത്തെ താല്പര്യത്തിന് വിരുദ്ധമായി നിന്നുകൂടാ എന്ന് ഖുർആൻ നമ്മോട് പറയുന്നുണ്ട്. ഇനി നിൽക്കാൻ നമ്മൾ തീരുമാനിച്ചാൽ അയാൾ വിശ്വാസിയാവുകയുമില്ല. അങ്ങനെയുള്ള ആൾ എന്തിനു വേണ്ടി സ്വന്തം അനുയായികളോട് സമ്മതം ചോദിക്കണം? ഇവിടെയാണ് നേതൃപാടവത്തിന്റെ ഏറ്റവും മഹിമ നമ്മൾ വായിക്കുന്നത്. സ്വന്തം മണികളോട് ചോദിക്കുന്നു, എല്ലാം ചോദിച്ചു മനസ്സിലാക്കുന്നു, അവരുടെ കൂടി അഭിപ്രായമായി തന്റെ അഭിപ്രായത്തെ മാറ്റിക്കൊണ്ടുവരാൻ വേണ്ടി സമയം നീക്കി വെക്കുകയാണ്. ഏതാണ് ഈ സമയം? നിങ്ങൾ അറിയണം. ബദർ അവസാനിച്ച സമയത്ത് ഹബീബായ
ഹബീബായ തങ്ങൾ കരഞ്ഞ് 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 ബാബിട്ട് നിലവിളിച്ച് ഒട്ടേറെ പ്രതിസന്ധികൾ നേരിട്ട ആ ദിവസമാണ് ഇങ്ങനെയൊക്കെ അനുയായികളുടെ താല്പര്യത്തിന് വേണ്ടി കാത്തുനിൽക്കുന്നത്. ആ കാത്തുനിൽപ്പാട് ലോക ചരിത്രത്തിൽ ഇതുവരെ ഒരു നേതാവിന് ലഭിക്കാത്ത അത്രയും വലിയ സ്നേഹം അല്ലാഹുവിന്റെ ഹബീബിന് ലഭിക്കാൻ കാരണമായത്. നമുക്കറിയാം, ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമയുടെ 3ാം കേരള യാത്ര വരികയാണ്. അല്ലാഹു വിജയിപ്പിക്കുമാറാവട്ടെ. അവിടെ പങ്കെടുക്കാൻ അല്ലാഹു നമുക്ക് മഹാഭാഗ്യം നൽകുമാറാവട്ടെ. എന്തുകൊണ്ട് കേരളം അസൂയപ്പെടുന്നു? ഇതുപോലെ സ്നേഹിക്കപ്പെടുന്ന മറ്റൊരു മനുഷ്യനെ കേരള ചരിത്രത്തിൽ അടുത്ത കാലത്തൊന്നും അനുയായി വൃന്ദത്തിന്റെ മുന്നിൽ മാത്രമല്ല, മുഴുവൻ മനുഷ്യരുടെയും ഹൃദയത്തെ സ്നേഹിക്കപ്പെടാൻ മാത്രമുള്ള വിശാലമായ കാഴ്ചപ്പാടും സ്നേഹവിപ്ലവമല്ലേ ആ മനുഷ്യൻ ലോകത്തോട് നൽകിക്കൊണ്ടിരിക്കുന്നത്? ചരിത്രത്തിൽ ആരൊക്കെ ഈ സ്വഭാവശുദ്ധി നേടിയിട്ടുണ്ടോ അതിന്റെയൊക്കെ ഉത്ഭവം മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നബി തങ്ങളുടെ പ്രിയപ്പെട്ട സ്വഹാബി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നടക്കുകയാണ്. ഓരോരുത്തരും കൂർക്കം വലിച്ചുറങ്ങുന്നു, സമാധാനത്തോടെ ഉറങ്ങുകയാണ്. യുദ്ധം അവസാനിച്ചതിൽ മുഅ്മിനീങ്ങൾ വിജയിച്ചുള്ള റാഹത്തോടെയുള്ള ഉറക്കം. അതിനിടക്ക് ഓരോരുത്തരെയും വിളിച്ചു നിർത്തി ഓരോരുത്തരോടും ചോദിക്കാതെ നമ്മുടെ ആ ശത്രുക്കൾ, അറസ്റ്റ് ചെയ്യപ്പെട്ട ശത്രുക്കളില്ലേ, അവര് ബന്ധിസ്ഥരായി നിൽക്കുകയില്ലേ, അവരെ നമ്മൾ നയിച്ചു വിടുകയില്ലേ? ആളുകൾ ചാടി എണീറ്റ് ചോദിച്ചു, നിങ്ങൾക്ക് എന്തു പറ്റിപ്പോയി? നിങ്ങൾ സ്വബുദ്ധിയോടല്ലേ സംസാരിക്കുന്നത്? ഞാനിപ്പോ ചിന്തിക്കുന്നത്, എന്റെ പുന്നാര പൈതലിനെ എന്റെ മുഖത്ത് നോക്കിയിട്ട് ജീവനുള്ള പിഞ്ചു പൈതലിനെ കഷ്ണം കഷ്ണമായി മുറിച്ചെടുത്തപ്പോ ഉപ്പ എന്ന് വിളിച്ച എന്റെ പൈതലിനോട് കരഞ്ഞ ശബ്ദം എന്റെ കാതുകളിൽ അലക്കുന്നുണ്ട്. ആ മനുഷ്യനാണ് ഇവിടെ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അങ്ങേരെ ഞാൻ എങ്ങനെ കൊന്നുകളയണമെന്ന് വിവിധ രൂപത്തിൽ ഭാവന ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നിങ്ങൾ അയാളെ അഴിച്ചുവിടില്ലേ എന്ന് ചോദിക്കുന്നത്. ഇങ്ങനെ ഓരോരുത്തരും പ്രതികരിച്ചുകൊണ്ടിരിക്കെ സിദ്ദീഖ് തങ്ങളും പറഞ്ഞൊരു മറുപടിയുണ്ട്. ഓ പ്രിയപ്പെട്ട സഹാബികളെ, പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ താല്പര്യം അവരെ അഴിച്ചുവിടലാണെങ്കിലോ മുഅ്മിനീങ്ങൾക്ക് സ്വന്തമല്ല, സ്വന്തം മാതാപിതാക്കളല്ല, സ്വന്തം മക്കളല്ല, സ്വന്തം കുടുംബമല്ല, സ്വന്തം ശരീരമല്ല, അല്ലാഹുവിന്റെ ഹബീബിന്റെ താല്പര്യമാണ് സകലതിനേക്കാളും വലുത് എന്നതുകൊണ്ട് ആ വാക്കങ്ങ് കേട്ടപ്പോ ഒരു മടിയുമില്ലാതെ ഓരോരുത്തരും ഓടുക. എങ്ങോട്ടോ ഓടുന്നത്? എന്റെ കുട്ടിയെ കൊന്നവരെ, എന്റെ മാതാവിനെ നിഷ്ഠൂരമായി പിച്ചു ചീന്തിയവനെ, എന്റെ പ്രിയപ്പെട്ട പിതാവിനെ അടിച്ചു വീഴ്ത്തുന്നത് നോക്കി നിന്നപ്പോ അതിന് നേതൃത്വം നൽകിയവനെ, അവനെ ഞാൻ കഴിച്ചുവിടും. എന്തിന്? എന്റെ ഹബീബിന്റെ താല്പര്യമാണ് എന്റെ താല്പര്യത്തെക്കാൾ വലുത് എന്ന് അല്ലാഹുവിന്റെ കോടതിയിൽ എനിക്ക് പറയാൻ കഴിയണം. അതിനുവേണ്ടി ഓടുകയാണ് ഓരോ സഹാബികളും. ഞാൻ ചോദിക്കട്ടെ, ഈ മനുഷ്യ സ്നേഹത്തെ ഏത് അളവുകോൽ വെച്ചുകൊണ്ടാണ് നാം അളന്നെടുക്കുക? ഇവിടെയാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചുള്ള ഓർമ്മകൾ, ചിന്തകൾ നമ്മൾ ചർച്ചയ്ക്ക് കൊണ്ടുവരേണ്ടി വരുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി അതുകൊണ്ട് തന്നെ എത്രയാണ് സ്നേഹിക്കപ്പെട്ടത്, എത്രയാണ് സ്വീകരിക്കപ്പെട്ടത്, എത്രയാണ് അവിടെ അനുസരിക്കപ്പെട്ടത്. ലോകത്തൊരു നേതാവിനും ഇത് കാണിച്ചെടുക്കാൻ കഴിയുമോ? വരുന്നു ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് ഒരു ചെറുപ്പക്കാരൻ. അദ്ദേഹത്തിന്റെ ആവശ്യം എന്താണ്? ഉഹദ് യുദ്ധം നടക്കാനിരിക്കുന്നു. ഞാൻ വീണ്ടും പറയട്ടെ, ബദർ നടന്നത് മദീനയുടെ ചാരത്താണ്, ഉഹദ് നടക്കുന്നത് മദീനയുടെ ചാരത്താണ്, ഖന്തക്ക് നടക്കുന്നത് മദീനയുടെ ചാരത്താണ്, ഖൈബറും മദീനയോട് ചേർന്ന് നിൽക്കുകയാണ്. എന്തേ ഈ യുദ്ധങ്ങളൊക്കെ മദീനയെ ചുറ്റിപ്പറ്റിയുണ്ടായത്? മക്കയിലല്ലേ നബി തങ്ങൾ ജനിച്ചത്? മക്കക്കാരുമായിട്ടല്ലേ പലപ്പോഴും യുദ്ധമുണ്ടായത്? ഒരിക്കലെങ്കിൽ പോലും മക്കയുടെ പരിസരത്ത് എന്തേ ഒരു യുദ്ധം വരാതിരുന്നത്? ഇസ്ലാം നടത്തിയ യുദ്ധങ്ങൾ മുഴുവനും പ്രതിരോധങ്ങളായിരുന്നു, നിലനിൽപ്പിന് വേണ്ടിയുള്ള പ്രതിരോധങ്ങളായിരുന്നു. ആ പ്രതിരോധങ്ങൾ ഒരിക്കലും ആരെയും നശിപ്പിക്കുവാൻ ലക്ഷ്യം വെച്ചുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ആ യുദ്ധങ്ങൾ നടക്കുന്നത്. ഉഹദ് രണാങ്കളം നടക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ വരികയാണ്. ആവശ്യം എന്താണ്? എനിക്ക് ഉഹദിൽ ഷഹീദാവണം, അതിന് സമ്മതം തരണം. വല്ലാത്തൊരു വാക്കാണത്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ
തങ്ങളെ പറഞ്ഞ വാക്ക്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ജനലക്ഷങ്ങളെ നിഷ്ഠൂരമായി 1.5 കൊല്ലമായി ഭക്ഷണം കൊടുക്കാതെ പട്ടിണിക്കിട്ട് കൊന്നുകൊണ്ടിരിക്കുമ്പോ, ആകാശത്തുനിന്ന് ബോംബുകൾ ഭക്ഷിക്കുമ്പോ, ചുറ്റുപാടിന് വെടിയുണ്ടകൾ ചീറിപ്പാഞ്ഞു വരുമ്പോഴും അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ കഴിയുന്ന ഫലസ്തീനിൽ ആ ബാബിയിൽ പക്ഷികൾക്ക് എന്തുകൊണ്ട് പിടിച്ചു നിൽക്കാൻ കഴിയുന്നു എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെയാണ് മദീനയിൽ ആ ചെറുപ്പക്കാരനെ നമ്മൾ ഓർക്കേണ്ടി വരുന്നത്. അയാൾ ആവശ്യം എന്താ? എനിക്ക് ഷഹീദാവണം. കാരണം ഈ ഭൗമലോകത്തെ പരിമിതമായ ജീവിതത്തെ സുഖകരമായി മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ അതിനവസരം തരുന്നില്ലെങ്കിൽ ഞാൻ ഒരിക്കലും ദുഃഖവാനുവല്ല. മരണാനന്തര ലോകത്തെ എനിക്ക് അനുഭൂതിദായകമായ ഒരു ജീവിതം വരാനുണ്ട്. പറഞ്ഞു തീർക്കാൻ കഴിയാത്ത സുഖലോകത്തേക്ക് എനിക്ക് കടന്നു പോകാനുണ്ട് എന്ന നല്ല ബോധ്യത്തിൽ നിന്നാണ് ഈ ചെറുപ്പക്കാരന്റെ ചോദ്യം വരുന്നത്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മോനെ 18 വയസ്സാണ് നിനക്ക് പ്രായം. നീ കാലഘട്ടത്തിൽ ഈ ഉമ്മത്ത് ഈ രാജ്യത്തിന് വേണ്ടി ചെയ്യേണ്ട ഒരു സേവനമുണ്ട്. ഏതാണ് ആ സേവനം എന്നറിയുമോ? ലോക വാണിജ്യ ഭാഷയായ പേർഷ്യൻ ഭാഷ നീ പഠിക്കണം. ലോകനാഗരികയുടെ ഭാഷയായ ഇബ്രാനി ഭാഷ പഠിക്കണം. നമുക്ക് ഇന്നത്തെ ഇംഗ്ലീഷിനെയും അതുപോലെ സംസ്കൃതത്തെയും ഒക്കെ നമുക്ക് അതിനോട് തുലനം ചെയ്യാം. ആ ഭാഷ പഠിക്കലാണ് നീ ചെയ്യേണ്ട ജിഹാദ് എന്ന് പഠിപ്പിക്കുന്ന ഒരു മതമാണ് ഇസ്ലാം. വിദ്യാഭ്യാസത്തിന് ഇസ്ലാം കൊടുക്കുന്ന പ്രാധാന്യം നോക്കൂ നിങ്ങൾ. മതത്തിന്റെ വിധികൾ പഠിക്കണമെന്നല്ല ഈ പറയുന്നത്, ഫിഖ്ഹ് പഠിക്കണമെന്നല്ല ഈ പറയുന്നത്, അഖീദ പഠിക്കണമെന്നല്ല ഈ പറയുന്നത്. വാണിജ്യ ഭാഷയായ പേർഷ്യൻ ഭാഷ പഠിക്കണം. ഇബ്രാനി ഭാഷയായ നാഗരികതകളെ തുലനം ചെയ്യാൻ സാധിക്കുന്ന മതഭാഷ പഠിക്കണം. ഇതാണ് മതത്തിന്റെ നേതാവ് ഒരു യുദ്ധഭൂമിയിലേക്ക് ഇറങ്ങുമ്പോൾ അനുയായിക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന നിർദ്ദേശം. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, നിങ്ങൾക്കറിയാമല്ലോ, ബദർ യുദ്ധത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട പലരെയും വിട്ടയച്ചത് എങ്ങനെയാണ്? നിരക്ഷരായിരുന്ന തന്റെ അനുയായികൾക്ക് അക്ഷരാഭ്യാസം കൊടുക്കണമെന്ന ഡിമാൻഡ് വെച്ച് അക്ഷരാഭ്യാസം കൊടുക്കുന്നവരെ ഒരു പണവും കൈപ്പറ്റാതെ തിരിച്ചയച്ചുകൊണ്ടിരിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ സാക്ഷരതയുടെ നായകരായിരുന്നു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആ അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാണ്ഡിത്യത്തിനും വിവരത്തിനും വലിയ പ്രാധാന്യം കൊടുത്തു. ആ സമയത്ത് സ്വഹാബി നബി തങ്ങളെ അനുസരിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉഹദ് രണാങ്കണം ശക്തമായി നടക്കുന്നു. മുഅ്മിനീങ്ങൾ വിജയിക്കുക തന്നെയാണ്. ശത്രുചേരിയിൽ അത് വലിയ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കി. ബുദ്ധിമാനായിരുന്ന പിന്നീട് ഇസ്ലാമിലേക്ക് വന്ന ബഹുമാനപ്പെട്ട സ്വഹാബി ഒരു പ്രഖ്യാപനം നടത്തി, ഖുത്തില മുഹമ്മദുൻ റസൂലുള്ളാഹി, കൊല്ലപ്പെട്ടു പോയി. കാരണം ഇതിനേക്കാൾ വലിയൊരു ബോംബ് ലോകത്ത് പൊട്ടിക്കാൻ മുസ്ലിം ഉമ്മത്തിന് നേരെയില്ല. അല്ലാഹുവിന്റെ ഹബീബ് കൊല്ലപ്പെട്ടു പോയി എന്ന് കേൾക്കുമ്പോ സ്വാഭാവികമായും മുസ്ലിങ്ങൾ പതറുമല്ലോ. ഇസ്ലാമിക ലോകത്തെ നശിപ്പിക്കുവാൻ ഇന്നും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആസാർ മുബാറക്കുകളെ പരിഹസിക്കുകയും നിഷേധിക്കുകയും അതിന് നേരെ കൊഞ്ഞനം കുത്തുകയും ചെയ്യുന്ന സ്വഭാവങ്ങളാണ്. നമുക്ക് അവരോട് പറയാനുള്ളത്, നിങ്ങൾക്ക് നിങ്ങളെ മതം, ഞങ്ങൾക്ക് ഞങ്ങളെ മതം. ഈ രണ്ടു മതവും ഒന്നല്ലെന്ന് ഞങ്ങൾക്ക് നല്ല ബോധ്യമുള്ള കാലത്തോളം ഞങ്ങൾക്കതിൽ ദുഃഖമില്ല, നിങ്ങളോട് ഒരിക്കലും പരിഭവമില്ല. ഞാൻ പറയട്ടെ, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തങ്ങളുടെ മുന്നിലേക്ക് വന്ന അനുയായികളുടെ മുന്നിലേക്ക് വന്ന സ്വഹാബികൾക്ക് നിർദ്ദേശം അനുസരിച്ചുകൊണ്ട് നടത്തിയ യുദ്ധത്തിൽ മുഅ്മിനീങ്ങൾ വിജയിച്ചു. പക്ഷേ അല്ലാഹുവിന്റെ ഹബീബിന്റെ വിജയത്തെ ആശങ്കയോടെ കണ്ട ശത്രുഭാഗത്തിൽ നിന്ന് ആളുകൾ നബി തങ്ങൾ കൊല്ലപ്പെട്ടു പോയി എന്ന ഏറ്റവും വലിയ ആയുധം ഉപയോഗിച്ചപ്പോ അതുവരെ യുദ്ധഭൂമിയിൽ സജീവമായിരുന്ന പലരും ബോധം കെട്ട് താഴേക്ക് വീഴാൻ തുടങ്ങി. ബുദ്ധിയുടെ ബാലൻസ് നഷ്ടപ്പെട്ട് ഭ്രാന്തമായി ഓടാൻ തുടങ്ങി. അല്ലാഹുവിന്റെ ഹബീബിന്റെ വിയോഗം താങ്ങാൻ കഴിയാതെ സങ്കടപ്പെട്ട് വിതുമ്പാൻ തുടങ്ങി. ഈ അവസരം ഉപയോഗപ്പെടുത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വെട്ടിക്കൊല്ലാൻ ശത്രുക്കൾ ആഞ്ഞടുത്ത് വരികയാണ്. അനബുൻ അബ്ദുൽ മുത്തലിബ് അന നബിയുൽ ലാ കദിബ് എന്ന് പ്രഖ്യാപിച്ച് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശത്രുചേരിയിലേക്ക് സധൈര്യം ചീറിയടുത്തുകൊണ്ടിരിക്കെ അതാ കൂട്ടത്തിലേക്ക് ഒരു ചെറുപ്പക്കാരൻ വരുന്നുണ്ട്. ആ ചെറുപ്പക്കാരൻ മദീന പള്ളിയിൽ നിന്ന് കേൾക്കുന്നത് നബി തങ്ങൾ കൊല്ലപ്പെട്ടു എന്നാണ്. താങ്ങാൻ കഴിയുമോ? പിന്നെ എന്തു പഠനം, പിന്നെന്ത് ജീവിതം? ഇറങ്ങി ഓടുകയാണ്. എത്തി നോക്കുമ്പോ നബി തങ്ങൾ ഇതാ നിൽക്കുന്നു. ചുറ്റുപാത്തും ശത്രുക്കൾ ഊരിപ്പിടിച്ച വാളുമായി നിൽക്കുകയാണ്. ഒറ്റപ്പെട്ടു നിൽക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വെട്ടിക്കൊല്ലാൻ ശത്രുക്കൾ അടുത്തു വരുന്നത് കണ്ടപ്പോൾ ചെറുപ്പക്കാരൻ പറഞ്ഞു, നബിയെ, അങ്ങയുടെ സമൂഹം അങ്ങയെ കൈയൊഴിഞ്ഞു
കഴിച്ചതല്ല, അവര് പ്രകോപനം കൊണ്ട് ഓടിയതല്ല, പ്രലോഭനം കൊണ്ട് ഓടിയതല്ല. അങ്ങയുടെ വഫാത്തിന്റെ വാർത്ത കേട്ടപ്പോ താങ്ങാൻ കഴിയാത്ത സങ്കടം കൊണ്ട് എങ്ങോട്ടൊന്നില്ലാതെ നിയന്ത്രണം വിട്ടോടുകയാണ്. ക്ഷമിക്കണേ അങ്ങയുടെ ഉമ്മത്തിനെ എന്ന് പറയുമ്പോഴേക്ക് അമ്പ് വരുന്നു. 18 വയസ്സുള്ള അനസ് റളിയല്ലാഹു അൻഹു ആ നബി തങ്ങളെ നേരെ ചീറി വരുന്ന ആ കാണുന്ന അമ്പിന് സ്വന്തം കയ്യങ്ങ് വെച്ചു കൊടുക്കുകയാണ്. മുഅ്മിനീങ്ങൾക്ക് സ്വന്തം കൈയല്ല വലുത്, സ്വന്തം ആത്മാവല്ല വലുത്, സ്വന്തം ജീവനല്ല വലുത്, എന്റെ പ്രിയപ്പെട്ട നേതാവാണ്. കാരണം എന്നെ ഞാനാക്കിയ, എനിക്ക് ശ്വസിക്കുവാനുള്ള ശുദ്ധവായുവിന് വേണ്ടി ഈ ലോകത്തോട് മുറവിളി കൂട്ടിയ, എനിക്ക് കുടിക്കാനുള്ള ശുദ്ധവെള്ളത്തിന് വേണ്ടി ലോകത്തോട് കൃത്യമായി അടയാളപ്പെടുത്തലുകൾ നടത്തി വന്ന ആ മഹാമനുഷ്യയില്ലെങ്കിൽ ഞാനില്ല. അതുകൊണ്ട് ആ മഹാമനുഷ്യയുടെ നേരെ വരുന്ന അമ്പുകൾ ഏറ്റുവാങ്ങാൻ എന്റെ ശരീരം പക്കമാണെന്ന് കാണിച്ച് കൈയങ്ങ് വെച്ചപ്പോ ആ അമ്പ് വന്ന് കയ്യിലേറ്റ് മറുഭാഗത്തിലൂടെ തൂങ്ങിക്കിടക്കുകയാണ്. പെട്ടെന്നാണ് അപ്പുറത്തുനിന്ന് ഒരു കുത്തു വരുന്നത്. അനസ് സ്വന്തം കൈ നീട്ടിക്കൊടുക്കുന്നു. അങ്ങനെ വെട്ടുകളേറ്റ് കുത്തുകളേറ്റ് 86 കഷ്ടമായി ആ ചെറുപ്പക്കാരൻ വീഴുകയാണ്. ഓഹുദ് രണാങ്കളം അവസാനിച്ചു. ഓരോരുത്തരും ഇങ്ങനെ ആരൊക്കെയാണ് വഫാ ഷഹീദായി പോയെന്ന് തേടി നടക്കുമ്പോ ആ സദസ്സിലേക്ക് ഒരു പെൺകുട്ടി കടന്നു വരുന്നുണ്ട്. ആ പെൺകുട്ടി വന്നിട്ട് നബി തങ്ങളോട് ചോദിക്കാൻ, നബിയെ എന്റെ അനസിനെ കണ്ടോ? നബി തങ്ങളും പറഞ്ഞു, ഞാൻ അനസിനെ ശേഷിക്കുകയാണ്. ആ പെൺകുട്ടി വഹുദിലൂടെ നടന്നു. എല്ലാവരും ഉണ്ട്, തന്റെ സഹോദരൻ മാത്രമില്ല. അവസാനം 86 കഷ്ണങ്ങളായി കിടക്കുന്ന ഒരു മാംസക്കൂമ്പാരം കണ്ടുമുട്ടുന്നു. ഓരോ കഷ്ണമെടുത്ത് നോക്കുകയാണ്. തിരിച്ചറിയാൻ കഴിയുന്ന ഭാഗമുണ്ടോ? മുഖത്തിന്റെ ഭാഗമുണ്ടോ? ഇല്ല. കൈയിന്റെ ഭാഗമുണ്ടോ? ഇല്ല. കാലിന്റെ ഭാഗമുണ്ടോ? ഇല്ല. 86 കഷ്ണങ്ങൾ ഇങ്ങനെ വെള്ളിപ്പൊറുക്കിയെടുത്ത് അവസാനം ഒരു ചെറിയ വിരൽ കൊടിയെടുത്ത് പറഞ്ഞു, ഇതെന്റെ സഹോദരന്റെ ചെറുവിരലാണ്. ഇതുപോലെ ചെറിയൊരു മുറുകി എന്റെ സഹോദരന്റെ ചെറുവിരലുണ്ടായിരുന്നു പറഞ്ഞ് ആ തന്റെ തൈലഞ്ഞ ഷാളിലേക്ക് 86 കഷ്ണങ്ങൾ പെറുക്കിയെടുത്ത് രക്തമൊഴുകുന്ന മുഖവുമായി നബി തങ്ങളെ മുന്നിലേക്ക് ചെന്ന് ആ പെൺകുട്ടി പറയുന്ന ഒരു വാക്കുണ്ട്, ഇന്നി സ്വാബിറ, എന്റെ പ്രിയപ്പെട്ട സഹോദരൻ കഷ്ണം കഷ്ണമായി ഷഹീദായി ആ മാംസക്കഷ്ണങ്ങൾ ചുമന്നാണ് ഞാൻ വന്നിരിക്കുന്നത് നബിയെ. പക്ഷേ ഞാനിത് ക്ഷമിച്ചിരിക്കുന്നു. പക്ഷേ അങ്ങയുടെ കണ്ണിലൂടെ രക്തമൊഴുകുന്നല്ല ഹബീബ്, അങ്ങയുടെ ചുണ്ടിൽ വെട്ടേറ്റുപോയില്ല നബിയെ, അങ്ങയുടെ കയ്യിലൂടെ രക്തമൊഴുകുന്നല്ല നബിയെ, ഇത് താങ്ങാൻ എനിക്ക് കരുത്തില്ല എന്ന് പറഞ്ഞ് വിലപിക്കുന്ന പെൺകുട്ടി പുന്നാര നബി തങ്ങൾക്ക് കൊടുക്കുന്ന സ്നേഹമുണ്ടല്ലോ, ആ സ്നേഹം വെറുതെ ഉണ്ടായതല്ല. ചരിത്രത്തിൽ ധാരാളം അടയാളപ്പെടുത്തലുകളുണ്ട്. സമയം വൈകും, എനിക്ക് അനുവദിക്കപ്പെട്ട സമയം അവസാനിക്കുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നബി തങ്ങളെ അറിയുക, ഹബീബിനെ ചാരത്തേക്ക് വിളിച്ചു വരുത്തുക, അവിടത്തേക്ക് സ്വലാത്ത് കൊണ്ട് തൊട്ടുപ്പെടുത്തുക, അല്ലാഹുവിന്റെ ഹബീബിലേക്ക് ലയിച്ചു ചേരാൻ സാധിക്കുക. പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കാൾ എനിക്ക് വലുതായി മറ്റൊന്നുമില്ലെന്ന് ബോധ്യപ്പെടുന്ന വിധത്തിൽ ഹബീബായ തങ്ങളെ നെഞ്ചോട് ചേർത്ത് വെക്കുക. ഒറ്റക്കാരും കൂടി പറഞ്ഞോട്ടെ, എന്തിനാ ഹബീബിന് വേണ്ടി നമ്മൾ ഇത്രയൊക്കെ കാടുപെടുന്നതെന്നറിയോ? ഈ ഭൗമലോകത്ത് നമുക്ക് ജീവിക്കുവാനുള്ള അവസരം ഒരുക്കി തന്നത്, ഈ പ്രാപഞ്ചിക ഘടനത്തെ ആഘാതമേൽക്കാതെ നിലനിർത്താൻ ആവശ്യമായ തിസീസുകൾ സമർത്ഥിച്ചത് മാത്രമല്ലല്ലോ, മരണാനന്തര ലോകത്ത് വരാനിരിക്കുന്ന ഭീകരമായ ജീവിതം മുസ്ലിങ്ങളെ നാം വിശ്വസിക്കുന്നവരല്ലേ? ആ മരണാനന്തര ലോകത്ത് നാം നേരിടേണ്ടി വരുന്ന പ്രതിസന്ധികൾ എത്ര ഭീമാകരമാണെന്ന് ഞാൻ ഈ പ്രസംഗത്തിൽ പറയേണ്ടതില്ലല്ലോ. ആ അവസാനിക്കാത്ത ലോകത്ത് പ്രതിസന്ധികൾ നിറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയമുണ്ടല്ലോ. ആ സമയത്ത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നബി തങ്ങൾ നിൽക്കുന്ന രൂപം എങ്ങനെയാണ്? ഖുബ്ബത്തുൽ ഖൽറയുടെ ചാരത്ത് കിടക്കുന്ന പ്രത്യേകമായ ഒരു കല്ലിൽ ഹബീബായ തങ്ങൾ മഹ്ശറയിൽ നിൽക്കുന്നു. സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം കൂടെയുണ്ട്. ഓരോ വിഭാഗവും മഹ്ശറയിലേക്ക് വിളിക്കപ്പെടുമ്പോ വർഷങ്ങളായി കാണാതായ പ്രിയപ്പെട്ട മരുമകൻ വരുന്നു എന്ന് കാണുമ്പോ നെടുമ്പാശ്ശേരിയിലെ എയർപോർട്ടിൽ ഒരു ഉമ്മ അങ്ങനെ കാത്തു നിൽക്കുമ്പോ വരുന്ന ഫ്ലൈറ്റിനോട് എന്ത് സ്നേഹമായിരിക്കുക ഉമ്മക്ക്. വരുന്ന ഓരോ പാസഞ്ചേഴ്സിനെയും എന്ത് പ്രതീക്ഷയോടെ ആയിരിക്കുമ്പോ നോക്കുക. അതുപോലെ കടന്നു വരുന്ന ഓരോരുത്തർക്കും
കുറിച്ച് നബി തങ്ങൾ ചോദിക്കും, മൻ ഹൗലാ, ഏയ് വരുന്നത് ആരാ ജിബ്രീൽ? നബി തങ്ങൾ ആശാഗ്രഹത്തോടെ ചോദിക്കുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നത്, അത് അങ്ങയുടെ ഉമ്മത്തല്ല, അവർ വരും നബിയെ, വെയിറ്റ് ചെയ്യൂ. അവസാനം ഒരു പ്രകാശം അഞ്ഞു വീശുകയാണ്. ആ പരിശുദ്ധമായ അല്ലാഹുവിന്റെ മഹ്ശറ ലോകത്ത് ഇന്ന് കാണുന്ന പ്രകാശത്തെക്കാൾ 300 ഇരട്ടി വലിപ്പമുള്ള 70 ഇരട്ടി പ്രകാശമുള്ള സൂര്യനുണ്ട്. ആ സൂര്യന്റെ പ്രകാശത്തെക്കാൾ വെല്ലുന്ന പ്രകാശമാണ് വരുന്നത്. ആ പ്രകാശധാര ഇങ്ങനെ കടന്നു വരുമ്പോ നബി തങ്ങൾ ചോദിക്കും, മിനൈൻ, എവിടുന്നാണ് ഈ പ്രകാശം വരുന്നത്? ഹാ ഉലായി ഉമ്മത്തക യാ റസൂലല്ലാഹ്, അതങ്ങയുടെ ഉമ്മത്താണ് നബിയേ, അങ്ങയുടെ ചാരത്തേക്ക് വരികയാണ് നബിയേ എന്ന് പറയുമ്പോ, പുന്നാര മകൻ വരുന്നു എന്ന് കേൾക്കുമ്പോ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുന്ന ഒരു ഉമ്മയെ പോലെ എന്റെ പ്രിയപ്പെട്ട നേതാവ് മുഹമ്മദ് മുസ്തഫ ഓടുകയാണ്. ഒരു കൊടുങ്കാറ്റ് പോലെ നമ്മുടെ ചാരത്തേക്ക് കടന്നു വരുമ്പോ, വാ റസൂലല്ലാഹ്, വാ റസൂലല്ലാഹ്, വാ റസൂലുള്ളാഹ് എന്ന് വിളിച്ച് അവരെ വാരി പുണരുകയാണ് നമ്മൾ. ആ കൂട്ടത്തിൽ ആരൊക്കെയുണ്ട്? ഹബീബായ തങ്ങൾ വഫാത്തായത് സഹിക്കാൻ കഴിയാതിട്ട് ആ പ്രിയപ്പെട്ട നേതാവിന് വേണ്ടി എന്തൊക്കെ സമർത്ഥിച്ചവർ ആ കൂട്ടത്തിലുണ്ട്. എന്റെ കരളിന്റെ കഷ്ണങ്ങളെ, ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുബ്ഹാനല്ലാഹ് അവിടുന്ന് വഫാത്തായി കിടക്കുകയാണ്. പുന്നാര നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്താകുന്നതിന്റെ തൊട്ടു മുമ്പ് ഒരു ചെറുപ്പക്കാരൻ നബി തങ്ങളെ മുന്നിലേക്ക് വരുന്നുണ്ട്. അല്ലാഹുവിന്റെ ഹബീബിന്റെ പള്ളിയിലേക്കാ വരുന്നത്. ആ വരുന്ന ചെറുപ്പക്കാരൻ വഴിയോരത്ത് വെച്ച് ബോധരഹിതനായി വീഴുന്നു, രോഗത്തിന്റെ കണിശത കൊണ്ട്. ആ ചെറുപ്പക്കാരനെ ആളുകൾ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോയി കിടത്തുന്നു. ആ സമയത്ത് ആ മനുഷ്യന് കരയുകയാണ്. എന്തിനാ കരയുന്നത്? സുബ്ഹാനല്ലാഹ്, കഴിഞ്ഞ 16 വർഷത്തിനിടയ്ക്ക് നബി തങ്ങളെ കാണാത്തൊരു ദിവസം എനിക്ക് കഴിഞ്ഞു പോയില്ലല്ലോ. ഇന്ന് ഹബീബിനെ കണ്ടില്ല, നബി തങ്ങളെ കണ്ടില്ല, നബി തങ്ങളെ കാണാത്ത ദിവസം എനിക്ക് താങ്ങാൻ കഴിയുന്നില്ല. നേരം പുലരുന്നത് വരെ കണ്ണുനീരൊഴുക്കിയ മനുഷ്യൻ അവസാനം വെച്ച് മദീന പള്ളിയിലെത്തി. നബി തങ്ങളെ കൂടെ ജമാഅത്തായി സുബ്ഹ് നിസ്കരിച്ചു. എല്ലാവരും തിരിച്ചുപോയി. ആ മനുഷ്യൻ മാത്രം അവിടെ തങ്ങുകയാണ്. ഹബീബായ തങ്ങളിരിക്കുന്ന ചാരത്ത് പോയി പുന്നാര നബി തങ്ങളെ മുഖത്തേക്ക് ആ മനുഷ്യൻ ഇങ്ങനെ കൂർപ്പിച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നു. കണ്ണിമ വെട്ടാതെ നോക്കിക്കൊണ്ടിരിക്കുന്ന ആ മനുഷ്യനോട് നബി തങ്ങൾ ചോദിക്കുന്നു, പ്രിയപ്പെട്ട നിങ്ങൾ എന്നെ ഭയപ്പെടുത്തുകയാണോ? അവിടുന്ന് പറഞ്ഞു, നബിയെ എനിക്കതിനാവുമോ? നബിയെ കഴിഞ്ഞ 16 വർഷത്തിനിടക്ക് നിങ്ങളെ കാണാത്തൊരു ദിവസം എനിക്ക് കഴിഞ്ഞു പോയിട്ടില്ല. ഇന്നലെ ഒരു രാത്രി മാത്രം നിങ്ങളെ കാണാനൊത്തില്ലല്ലോ നബിയെ, എനിക്കത് താങ്ങാൻ കഴിയുന്നില്ലല്ലോ. എന്നാൽ ഈ പാവപ്പെട്ട ഇത് എങ്ങാനും മരണപ്പെട്ടു പോയാൽ ഞാൻ സ്വർഗത്തിൽ ഒരു പക്ഷേ കഴിഞ്ഞ 16 വർഷം അങ്ങയുടെ കാര്യമായ കാരണം കൊണ്ട് എത്തിയേക്കാം. പക്ഷേ ഇത് നിൽക്കുന്നത് സ്വർഗത്തിന്റെ ഒരു മൂലയിലല്ലേ. അങ്ങോ ഞങ്ങളെല്ലാവരുടെയും നേതാവ്, എല്ലാ അമ്പിയാക്കളുടെ നേതാവ്, മുർസലീങ്ങളുടെ നേതാവ്, ഉലുൽ അസ്മിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ, അല്ലാഹുവിന്റെ ഹബീബിന് റബ്ബ് കൊടുക്കുന്ന സ്ഥാനം എത്രയായിരിക്കും? എനിക്ക് ആ സ്ഥാനം കാണാനൊക്കില്ലല്ലോ നബിയെ. നിങ്ങളില്ലാത്ത സ്വർഗം അതെനിക്ക് ആലോചിക്കാൻ കഴിയുന്നില്ല. നിങ്ങളെ കാണാനൊക്കാത്തൊരു സ്വർഗത്തേക്ക് എനിക്ക് വരാൻ മനസ്സ് അതാ വേദന കൊണ്ട് പടുകയാണ്. അതുകൊണ്ട് നബിയെ വഫാത്താകുന്നത് വരെ, മരിക്കുന്നത് വരെ ഞാൻ അങ്ങേ കണ്ടോട്ടെ. ഒരു കണ്ണ് ചിമ്മി തുറക്കുന്ന സമയം പോലും നിങ്ങളെ കാണാതിരിക്കാൻ എനിക്ക് കഴിയുന്നില്ലെന്ന് പറഞ്ഞ് വിലപിക്കുന്ന സ്വഹാബിയോട് നബി തങ്ങൾ പറഞ്ഞു, മോനെ സങ്കടപ്പെടണ്ട. അല്ലാഹുവിന്റെ കോടതിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് നമ്മൾ നീക്കപ്പെട്ടാൽ അവിടെ ചെല്ലുന്ന ഞാൻ ആദ്യമായി വെള്ളം ചോദിക്കുമ്പോ എനിക്ക് ആദ്യത്തെ വെള്ളം തരുന്നത് നീയായിരിക്കുമെന്ന് പറഞ്ഞപ്പോ, ഓ നബി തങ്ങളെ സ്വർഗത്തിലെ ഖാദിമാകാനുള്ള സമ്മതമോ? ഇതിനേക്കാൾ എത്ര വലിയ ഓഫർ എന്താണ് കിട്ടാനുള്ളത്? സന്തോഷം, സന്തോഷം, സന്തോഷത്തിന്റെ ആധിക്യം കൊണ്ട് നെഞ്ചുപൊട്ടി ആ മനുഷ്യൻ താഴെ വീണ് വഫാത്താവുകയാണ്. സുബ്ഹാനല്ലാഹ്. ഈ വരം പുന്നാര മകൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു ബസ്രയിൽ നിന്ന് കച്ചവടത്തിനിടക്കാ കേൾക്കുന്നത്. അപ്പ വഫാത്തായിരിക്കുന്നു. ഒരു സാധാരണ മരണമല്ല. അപ്പ വഫാത്തായിരിക്കുന്നത് സാധാരണ മരണമല്ല.
മാത്രമല്ല, പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മരണം വരെ ഖിദ്മത്ത് ചെയ്യാൻ പടച്ച റബ്ബ് ഭാഗ്യം നൽകിയ മഹാൻ, അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലും ഹബീബിന്റെ ഖാദിമാകാനുള്ള സമ്മതം കിട്ടിയ സന്തോഷം കൊണ്ട് ഹൃദയം പൊട്ടി മരണപ്പെട്ടതാണെന്ന് കേൾക്കുമ്പോ അബ്ദുള്ള എന്ന് പറയുന്ന പുന്നാരഭകൻ ചിന്തിക്കുന്നു, റബ്ബേ, ഏത് വാപ്പയുടെ മകനാണ് ഞാൻ, എത്ര ഭാഗ്യവാനായ വാപ്പയുടെ മകനാണ് ഞാൻ. ഈ പാവപ്പെട്ട ഞാൻ ഈ ദുനിയാവും തേടി എന്റെ ആയുസ് നഷ്ടപ്പെടുത്തിയല്ലോ. എനിക്കിനി കച്ചവടം വേണ്ട, ശിഷ്ടം വരുന്ന ജീവിതമെങ്കിലും ഹബീബിന്റെ ഖാദിമായിരിക്കട്ടെ. എന്റെ വാപ്പാന്റെ ചാൻസ് മറ്റൊരാൾ കയറിപ്പിടിക്കുന്നതിന് മുമ്പ് ഞാൻ അവിടെ മദീനയിലെത്തണമെന്ന് ചിന്തിച്ചുകൊണ്ട് തന്റെ കച്ചവട വസ്തുക്കൾ മുഴുവനും വലിച്ചെറിഞ്ഞ് അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് പുറപ്പെടുകയാണ്. മദീനയുടെ അതിർത്തി എത്തുമ്പോൾ കേൾക്കുന്നത് അല്ലാഹുവിന്റെ ഹബീബ് വഫാത്തായി പോയി. മഹാനായ അബ്ദുല്ലാഹി തങ്ങൾ ചിന്തിക്കുന്നു, റബ്ബേ, ജീവിതത്തിലെ വലിയൊരു ഭാഗം ദുനിയാവിന്റെ പിറകോടി ഇപ്പോഴൊരു ബോധം വന്ന് ഞാൻ ഹബീബിന്റെ ഖാദിമാകാൻ ഓടി വന്നതാണ്. എനിക്ക് ഖിദ്മ ചെയ്യാൻ മദീനയുടെ ഭൂമുഖത്ത് ഹബീബായ തങ്ങളില്ലല്ലോ. അവിടുന്ന് വാവിട്ട് നിലവിളിച്ചുകൊണ്ട് പറയുന്നു, പടച്ചവനെ, അല്ലാഹുവേ, അല്ലാഹുവിന്റെ ഹബീബിനെ കാണാത്തൊരു മദീന എനിക്ക് കാണാൻ വയ്യ അല്ലാഹ്. ഹബീബായ തങ്ങളെ കാണാനൊക്കാത്ത ഈ പ്രപഞ്ചത്തെ എനിക്ക് കാണേണ്ടതില്ല റബ്ബേ. ഒരഭിപ്രായമനുസരിച്ച് അവിടുന്ന് അതാ ദുആ ചെയ്യുന്നു. കണ്ണിന്റെ കാഴ്ചശക്തി നഷ്ടപ്പെടുകയാണ്. മറ്റൊരഭിപ്രായത്തിൽ അദ്ദേഹം ആ കണ്ണ് വികാരത്തിന്റെ കടുപ്പം കൊണ്ട് പൊട്ടിച്ചു കളയുകയാണ്. സ്നേഹത്തിന്റെ കടുപ്പം കൊണ്ട് അത് സംഭവിക്കുകയാണ്. അവിടെയൊന്നും നമ്മൾ ബേജാറാവേണ്ടതില്ല. മനുഷ്യന്റെ ബുദ്ധിയുടെ ബാലൻസ് നഷ്ടപ്പെടുന്ന ചില സമയമുണ്ടല്ലോ. ആ സ്നേഹത്തിന്റെ കാഠിന്യം കൊണ്ട് സംഭവിച്ചതല്ലേ. ആരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളില്ലാത്ത ഭൂമി എനിക്ക് കാണണ്ട, നബി തങ്ങളെ കാണാനൊക്കാത്ത ഈ പ്രപഞ്ചം എനിക്ക് കാണണ്ട, നബി തങ്ങളെ കാണാൻ കഴിയാത്ത മദീന കാണാനുള്ള കരുത്ത് എനിക്കില്ലെന്ന് പറഞ്ഞ് രണ്ട് കണ്ണുമില്ലാത്ത ചെറുപ്പക്കാരൻ തന്റെ വീട്ടിലേക്ക് ഇങ്ങനെ കടന്നു വരുമ്പോ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രിയപ്പെട്ട സ്വഹാബി അവിടുത്തെ ഉമ്മയുടെ ചാരത്തേക്കാണ് വരുന്നത്. ഉമ്മ കാണുമ്പോൾ ഒരൊറ്റ കരച്ചിലാണ്, റബ്ബേ, മോനെ, നിന്റെ വാപ്പ മരണപ്പെട്ടത് താങ്ങാൻ ഈ ഉമ്മാക്ക് കഴിയുന്നില്ല. അപ്പോഴാണ് അഷ്റഫുൽ വജൂദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായിരിക്കുന്നത്. അത് താങ്ങാൻ ഒരു മനുഷ്യന് കഴിയുമോ? ഇപ്പോൾ ഇതാ റബ്ബേ, എന്റെ മകൻ രണ്ട് കണ്ണുമില്ലാതെ എന്റെ മുന്നിൽ നിൽക്കുകയാണ്. അബ്ദുല്ലാ, നിന്റെ കണ്ണിനെന്ത് പറ്റിപ്പോയി? ആ ചെറുപ്പക്കാരന്റെ മറുപടി, നബിയേ, ഞാൻ ഏതു ഭാഗ്യവാനായ ബാപ്പയുടെ മകനാണ്. അല്ലാഹുവിന്റെ ഹബീബിന് വഫാത്ത് വരെ ഖിദ്മ ചെയ്ത് അവസാനം അതാ അല്ലാഹുവിന്റെ സ്വർഗ്ഗലോകത്തിലും ഹബീബായ തങ്ങളുടെ ഖാദിമാകാനുള്ള സമ്മതം കിട്ടിയ സന്തോഷത്തിന്റെ കാഠിന്യത്താൽ അതാ പെട്ടെന്ന് നെഞ്ചുപൊട്ടി മരണപ്പെട്ടു പോയൊരു വാപ്പയുടെ മകനായിട്ട് ഒരു ദിവസം പോലും ഹബീബിന്റെ ഖിദ്മ ചെയ്ത് കൂടാൻ എനിക്ക് ഭാഗ്യം കിട്ടിയില്ലല്ലോ. ഞാൻ കച്ചവടവും ദുനിയാവും തേടി എന്റെ ആയുസ് നഷ്ടപ്പെടുത്തിയല്ലോ. ബോധം വന്ന് തിരിച്ചു വരുമ്പോഴോ നബി തങ്ങൾ എനിക്ക് ഖിദ്മ ചെയ്യാൻ ഇവിടെ ഇല്ലല്ലോ. നബി തങ്ങളില്ലാത്ത മദീന കാണാനുള്ള കെൽപ്പില്ലാതിട്ട് ഞാൻ എന്റെ കണ്ണ് രണ്ടും കളഞ്ഞു പോയതാണെന്ന് പറയുമ്പോ ആ ഉമ്മയോടാ മോൻ പറയുന്നു, ഉമ്മാ, നിങ്ങൾ സങ്കടപ്പെടണ്ട, നിങ്ങളെ മകന് രണ്ട് കണ്ണുമില്ലാത്ത മദീനയിലൂടെ നടന്ന് നടന്ന് ജീവിക്കും. അവസാനം നിങ്ങളെ മകന് മരണപ്പെടും. മനുഷ്യരാരോഗത്ത് കോടാനുകോടി മനുഷ്യർ അല്ലാഹുവിന്റെ ഹബീബിന്റെ മുന്നിൽ ക്യൂയായി നിൽക്കുകയാണ്. അല്ലാഹുവിന്റെ ഹൗലിൽ കൗസർ കുടിക്കാൻ ഒരു കോപ്പ വെള്ളത്തിന് വേണ്ടി കോടാനുകോടി മനുഷ്യർ നിൽക്കുന്നു. ആ മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും പിറകിലായി നിങ്ങളെ മകനുണ്ടാകും. ഓരോരുത്തർ വെള്ളം കുടിച്ച് അവസാനം എന്റെ ഊഴമായി മാറുമ്പോ എന്നോട് എന്റെ ഹബീബായ തങ്ങൾ ചോദിക്കും, അബ്ദുല്ലാ, നിന്റെ കണ്ണിനെന്ത് പറ്റിപ്പോ? ഞാൻ പറയും, നബിയേ,
അങ്ങയെ കാണാത്ത ഭൗമലോകം കാണാൻ എനിക്ക് മനസ്സ് സമ്മതിച്ചില്ല നബിയേ. അതിനുള്ള ധൈര്യം എനിക്കുണ്ടായില്ല നബിയേ. അതുകൊണ്ട് എന്റെ കണ്ണ് കളഞ്ഞു പോയതാണെന്ന് പറയുമ്പോ ഷറഫാക്കപ്പെട്ട ആയതു ഷരീഫിൽ നിന്ന് 2 വിരലുകൾ എടുത്ത് എന്റെ ഈ കണ്ണിൽ എന്റെ ഹബീബങ്ങ് വെക്കുമ്പോ അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ എനിക്കിനി കാഴ്ചശക്തി തിരിച്ചു തരുമ്പോ ഞാൻ മനസ്സ് നിറയെ എന്റെ ഹബീബിനെ കാണുമ്മ. അതുവരെ എനിക്ക് കണ്ണ് വേണ്ട. മഹബത്ത് പ്രസംഗിക്കാൻ താഹിറിന് കഴിയുമല്ലോ, പ്രകടനം നടത്താൻ നമുക്ക് കഴിയുമല്ലോ. കൽബിന്റെ ഉള്ളിൽ അതായി സ്നേഹമങ്ങ് കടന്നുകൂടിയിട്ടുണ്ടോ ചെറുപ്പക്കാരാ? ഹൃദയത്തിന്റെ ഉള്ളിൽ ഹബീബ് എത്തിയിട്ടുണ്ടോ സഹോദരങ്ങളെ? അല്ലാഹുവിന്റെ ഹബീബിനെ നെഞ്ചിലേറ്റാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഏതാണാ നേതാവെന്നറിയോ? സുബ്ഹാനല്ലാഹ്, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ മദീനത്തു ശരീഫിൽ അല്ലാഹുവിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വല്ലാത്തൊരു രംഗം പറയുന്നുണ്ട്. ഞാൻ എന്റെ വാക്ക് അവസാനിപ്പിച്ചോട്ടെ. മഹ്ശറ മുറ്റത്ത് നമ്മളെ തേടി വരുന്ന പ്രിയപ്പെട്ട നേതാവ് റസൂലുള്ളാഹി തങ്ങളെ കാണുമ്പോ നമ്മൾ ആവേശത്തോടെ നബി തങ്ങളെ ആസ്വദിക്കുകയാണ്, വാരിപ്പിണരുകയാണ്. ബീവി ഫാത്തിമത്തു സഹറ റളിയല്ലാഹു അൻഹാ സദസ്സിലുണ്ട്, ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹയുണ്ട്. നബി തങ്ങളെ വഫാത്തിന്റെ ശേഷം നബി തങ്ങളെ കാണാത്തൊരു രാത്രി എനിക്ക് കഴിഞ്ഞു പോയില്ലെന്ന് പറയാൻ പടച്ച റബ്ബ് ഭാഗ്യം നൽകിയ മഹാന്മാരുണ്ട്. നബി തങ്ങളില്ലാത്ത മദീനയിൽ തങ്ങാനുള്ള ധൈര്യമില്ലാഞ്ഞിട്ട് നാട് വിട്ടുപോയ ബിലാൽ റളിയല്ലാഹു അൻഹു ഉണ്ട്. ഹബീബായ തങ്ങളൊരു തവണ തടവിപ്പോയതിന്റെ പേരിൽ ആ മുടി എനിക്ക് നഷ്ടപ്പെടുകയെന്ന് കരുതി ആ മുടി മുറിക്കാതെ നീട്ടിവെച്ച സ്വഹാബികളുണ്ട്. അങ്ങനെയുള്ള ധാരാളം ആശിഖീങ്ങൾ ഹബീബായ തങ്ങളിൽ ഇങ്ങനെ ലയിച്ചു കൊണ്ടിരിക്കുകയാ. സുബ്ഹാനല്ലാഹ്, ആ സമയത്ത് പെട്ടെന്നൊരു കരച്ചിൽ, വല്ലാത്തൊരു കരച്ചിൽ. വാ മുഹമ്മദാ, വാ അബുൽ ഖാസിമാ. നബി തങ്ങളതാ തന്റെ ചാരത്ത് നിൽക്കുന്ന സ്വഹാബത്തിനെ മറക്കുകയാണ്. ഫാത്തിമത്തു സഹറ റളിയല്ലാഹു അൻഹയെ മറക്കുകയാണ്. മിൻ ഐനൽ ബുക്കാ, മിൻ ഐനൽ ബുക്കാ, മിൻ ഐനൽ ബുക്കാ. എവിടെന്നാണ് ആ കരച്ചിൽ? ആരാ കരയുന്നത്? എന്തിനാ കരയുന്നത് എന്ന് പറയുമ്പോ ഹൗലായി മുദ്രിബൂന മിൻ ഉമ്മത്തിക യാ റസൂലല്ലാഹ്. ആ വരുന്നത് ദോഷികളായ അങ്ങയുടെ ഉമ്മത്താണ്, താഹിറാണ്. താഹിറിനെ കേട്ടുകൊണ്ടിരിക്കുന്ന തെറ്റ് ചെയ്യേണ്ടി വന്ന മുഅ്മിനീകളെ നമ്മളാണെന്ന് പറയുമ്പോ ഹബീബായ തങ്ങൾ എന്റെ ചാരത്തേക്ക് ഒരൊട്ടോട്ടം ഓടി വരികയാണ്. എന്റെ നെറ്റിത്തടത്തില് താഹിർ ലോകത്തൊരാളും അറിയാതെ ചെയ്തു വെച്ച സകല ഹറാമുകളും ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടു കൊണ്ടിരിക്കുമ്പോ പേടിച്ചരണ്ട് ഞാനും നിങ്ങളും നിലവിളിച്ചുകൊണ്ടിരിക്കുമ്പോ നബി തങ്ങളെ ചാരത്തേക്ക് ഓടി വന്ന സങ്കടം പറയുമ്പോ താഹിറേ ഇന്ന് പോവണ്ട, അവിടെ പുലി ഇറങ്ങിയിട്ടുണ്ട് എന്ന് പത്രത്തിലുണ്ടെന്ന് പറഞ്ഞ് ഉമ്മ എന്നെ നിരുത്സാഹപ്പെടുത്തിയപ്പോ അനുസരിക്കാതെ പോയി. പുലി എന്റെ പിറകിലോടിയിട്ട് എന്റെ കൈ മുറിച്ച് ഞാൻ ആശുപത്രിയിൽ തളർന്നു കിടക്കും. എന്റെ ഉമ്മ എന്നെ കാണാൻ വരുമ്പോ എന്റെ ഉമ്മ എന്നോട് പറയും, താഹിറേ ഈ അവസ്ഥ നിനക്ക് വരരുത് എന്ന് കരുതിയല്ലേ ഉമ്മ നിന്നോട് പറഞ്ഞത്, അനുസരിക്കാഞ്ഞിട്ടല്ലേ ഗതികേട് വന്നത് എന്നെന്റെ ഉമ്മ എന്നോട് പറയുമെങ്കിൽ റഊഫായ റഹീമായ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നോടങ്ങനെ പറയില്ല മോനെ. നിനക്ക് ഈ അവസ്ഥ വരാതിരിക്കാനല്ലേ ഞാൻ എത്ര പട്ടിണി കിടന്നത്, ഞാൻ എത്ര സങ്കടപ്പെട്ടത്, ഞാൻ എത്ര വിഷമിച്ചത്. നീ എന്നെ അനുസരിക്കാത്തത് കൊണ്ടല്ലേ ഗതികേട് വന്നതെന്ന് എന്റെ ഹബീബ് എന്നോട് പറയില്ല, മറിച്ച് എന്നെ ചേർത്ത് നിൽക്കുകയാണ്, സമാധാനിപ്പിക്കുകയാണ്. ആ സമയത്ത്
സമയത്ത് സുബ്ഹാനല്ലാഹ് സകലം ഹബീബായ തങ്ങളെ ചുറ്റുഭാഗത്ത് കൂടി നിൽക്കുമ്പോ പുന്നാര നബി തങ്ങളെ ആസ്വദിക്കുമ്പോ അപ്പോഴാണ് ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് പറയുന്നത്, നബിയേ, പടച്ച റബ്ബ് അങ്ങയുടെ ഉമ്മത്തിനെ ഹിസാബിന് വിളിക്കുന്നുണ്ട്. ഒരു കൂട്ടക്കരച്ചിൽ വീഴുകയാണ്. അല്ലാഹ്, എല്ലാവരും ബാബിട്ട് നിലവിളിക്കുകയാണ്. ആ സമയത്ത് അതാ പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നമ്മൾ അപേക്ഷിക്കുന്നു, നബിയേ, നിങ്ങളൊന്ന് പോയി ശഫാഅത്ത് ചെയ്യണേ ഉമ്മത്തിന്. ഞങ്ങൾക്ക് അല്ലാഹുവിന്റെ ഹിസാബ് നേരിടാനുള്ള കരുത്തില്ലല്ലോ എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുമ്പോ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുകയാണ്, അർശിന്റെ താഴ്ഭാഗത്ത് പോയി സുജൂദിൽ കിടന്ന് വാവിട്ട് നിലവിളിക്കുന്നു. അല്ലാഹു പറയും, മുഹമ്മദ് നബിയെ, തല ഉയർത്തിക്കോളൂ, തരാമല്ല ചോദിച്ചോളൂ. അല്ലാഹുവിനോട് എന്റെ ഹബീബ് പറയും, എന്റെ പാവപ്പെട്ട എന്റെ ദോഷികളായ ഉമ്മത്തുണ്ടല്ലോ, അവർ കരയുന്നു നബിയേ, അവർ കരയുന്നു നബിയേ, അവർക്കതാ അങ്ങയുടെ നേരിടാൻ, നിങ്ങളുടെ ഹിസാബ് നേരിടാനുള്ള കരുത്തില്ലെന്ന് പറഞ്ഞ് അവരിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് പറയുമ്പോ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുബ്ഹാനല്ലാഹ് പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സമയത്തതാ കരഞ്ഞുകൊണ്ടിരിക്കുക. റബ്ബ് പറയും, ഹാദാ യൗമുൽ ജസാഇ വൽ ഹിസാബ്, ഇത് പ്രതിഫലത്തിന്റെ ദിവസമാണ്, ഇത് ചോദ്യം ചെയ്യലിന്റെ ദിവസമാണ്. അവരെ ഇങ്ങോട്ട് പറഞ്ഞു വിടൂന്ന് പറയുമ്പോ നബി തങ്ങൾ നിരാശനായി വരികയാണ്. പൊയ്ക്കോളൂ മക്കളെ, മാർഗമില്ല. അല്ലാഹു ഇതുപോലെ ദേഷ്യപ്പെടുന്ന മറ്റൊരു ദിവസം ഞാൻ കണ്ടില്ലെന്ന് പറയുമ്പോ, അങ്ങനെ പറയല്ല നബിയേ, അങ്ങനെ കൈയൊടിക്കല്ല നബിയേ എന്ന് പറഞ്ഞ് വാവിട്ട് വീണ്ടും വീണ്ടും നിലവിളിക്കുകയാ. ആ സമയത്ത് സുബ്ഹാനല്ലാഹ് രണ്ടാമതും നബി തങ്ങൾ പോകുന്നു, റബ്ബ് സമ്മതിക്കുന്നില്ല. മൂന്നാമതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് വേണ്ടി കരയുമ്പോ അല്ലാഹു പറയും, ഈ ദിവസത്തെ കുറിച്ച് നിങ്ങളല്ലേ അവരോട് സംസാരിച്ചത്, എനിക്ക് വാക്കുപാലിക്കാനില്ലേ എന്ന് പറയുമ്പോ സുബ്ഹാനല്ലാഹ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുന്നാരപ്പൂവ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. എല്ലാവരും ഒന്ന് എണീറ്റ് നിൽക്കുന്നു. നമ്മുടെ ഹബീബായ തങ്ങളോട് അല്ലാഹുവിനോട് യാചിക്കുകയാണ്, റബ്ബ് ഈ മജ്ലിസ് സ്വീകരിക്കട്ടെ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നൊരു ചോദ്യം, അല്ലാഹ്, ഞാൻ എന്റെ പ്രിയപ്പെട്ട ഉപ്പാപ്പ മുഹമ്മദ് അബൂനാബുൽ ബഷർ ആദം അലൈഹിസ്സലാമിനെ ഒന്ന് കണ്ടോട്ടെ, അതിനുള്ള സാവകാശം തരുമോ? റബ്ബ് സമ്മതിക്കുന്നു. ഹബീബായ തങ്ങൾ ബഹുമാനപ്പെട്ട നമ്മുടെ ഉപ്പാപ്പ അബൂനാബുൽ ബഷർ ആദം അലൈഹിസ്സലാമിനെ കണ്ടുമുട്ടുകയാണ്. ആദം അലൈഹിസ്സലാമിനോട് പറയുന്നു, ഉപ്പാ, ഈ കാണുന്നത് അങ്ങയുടെ ഉമ്മത്തല്ലേ? മക്കൾക്ക് പ്രയാസം വരുമ്പോ സങ്കടപ്പെടാത്ത വാപ്പമാരുണ്ടോ? ഈ ഉമ്മത്തിന്റെ ദോഷത്തിൽ നിന്നൊരൽപ്പം നിങ്ങൾ ഏറ്റെടുക്കുമോ? സുബ്ഹാനല്ലാഹ്. ആദം അലൈഹിസ്സലാം പറയുന്നത് എന്ന് നിങ്ങളല്ലേ ഖുർആനിൽ പഠിപ്പിച്ചത് നബിയേ? ഞാൻ എന്റെ കാര്യത്തിൽ വേവലാതിയിലല്ലേ, അതുകൊണ്ട് എനിക്ക് മറ്റൊരാളെ കുറിച്ച് ചിന്തിക്കാൻ കഴിയില്ലെന്ന് പറയുമ്പോ ആക്സിഡന്റിൽ മരണപ്പെട്ടു പോയ ഭർത്താവിന്റെ മയ്യത്ത് ആംബുലൻസിൽ വീട്ടുമുറ്റത്ത് കൊണ്ടുവന്ന് വെക്കുമ്പോ പറക്കമുറ്റാത്ത പിഞ്ചു മക്കളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് തലയിൽ കൈകെട്ടി, ഈ മക്കളെ ഇനി ഞാൻ എന്ത് ചെയ്യും റബ്ബേ എന്ന് വിലപിക്കുന്ന ഒരു വിധവയെ പോലെ എന്റെ പ്രിയപ്പെട്ട മുഹമ്മദ് റസൂലുള്ളാഹ് തങ്ങൾ കൈകെട്ടിയിട്ടൊരു കരച്ചിലാണ്, അല്ലാഹ്, ഈ ഉമ്മത്തിന് ഞാൻ ഇനി എന്ത് ചെയ്യും റബ്ബേ എന്ന് പറഞ്ഞ് കരയുന്ന എന്റെ പ്രിയപ്പെട്ട നേതാവ് അവസാനം പറയുന്നൊരു വാക്കുണ്ട്, ഇതെന്റെ ദിവസം, ഇതെന്റെ ദിവസം, ഇതെന്റെ ദിവസം. എന്റെ പ്രിയപ്പെട്ട അനുയായികളെ ജീവനോടുകൂടി ചുട്ടുകൊല്ലുന്നത് കണ്ടപ്പോ ചാട്ടവാറിന്റെ അടിയേറ്റ് ശരീരത്തിൽ നിന്ന് മാംസക്കെട്ടങ്ങൾ തെറിച്ചു വരുമ്പോ നബിയെ വിളിച്ച് എന്റെ
അനുയായികൾ കരഞ്ഞപ്പോ ഞാൻ ഉപയോഗപ്പെടുത്താതെ മാറ്റിവെച്ചൊരു ദുആ ഉണ്ട്. ഈ കാണുന്ന നെറ്റിത്തടത്തിന് വെട്ടുകൊണ്ട് കണ്ണിലൂടെ രക്തം കളകളാ വീടുകൊണ്ടിരിക്കുമ്പോ, പല്ലിന് വെട്ടേറ്റിട്ട് ചുണ്ടിലൂടെ രക്തം ഒഴുകിക്കൊണ്ടിരിക്കുമ്പോ, ഈ കയ്യിനേറ്റ വെട്ടിൽ നിന്ന് രക്തം ധാരധാരയായി വീടുകൊണ്ടിരിക്കുമ്പോ താങ്ങാൻ കഴിയാത്ത വേദന കൊണ്ട് അഫീ സബീലില്ലാഹി മലഖീതി. കയ്യേ നിനക്കൊന്ന് സമാധാനിച്ചുകൂടെ, കയ്യേ നിനക്കൊന്ന് സമാശ്വസിച്ചുകൂടെ, കയ്യേ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടിയല്ല നീ വിട്ടേറ്റിരിക്കുന്നതെന്ന് പറഞ്ഞ് കയ്യിനെ സമാശ്വസിപ്പിക്കുന്ന സമയത്ത് ഞാൻ ഉപയോഗപ്പെടുത്താതെ മാറ്റിവെച്ചൊരു ദുആ ഉണ്ട്. ഓരോ നബിമാർക്കും തീർച്ചയായും ഉത്തരമുള്ള ദുആ. ആ ദുആ ഞാനിന്ന് പുറത്തെടുക്കുകയാണ്. അഷ്ഫലി ഉമ്മത്തി, ആദം നബി അലൈഹിസ്സലാം കൈയൊഴിച്ചാലും ലോകം മുഴുവനും എന്റെ ഉമ്മത്തിനെ കൈയൊഴിച്ചാലും ഞാനിവിടെ രക്ഷപ്പെടുത്തുമെന്ന് പ്രഖ്യാപിക്കുന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. യാ റബ്ബി സ്വല്ലി അലൻ നബി മുഹമ്മദി മുൻജിൽ ഖലായികി മിൻ ജഹന്നമ ഫീ ഉദീ. അല്ലാഹുവേ, ഈ മജ്ലിസ് നീ സ്വീകരിക്കണേ റഹ്മാനെ. ധാരാളം സയ്യിദന്മാരും ആലിമീങ്ങളും മുതഅല്ലിമീങ്ങളും ഖാദിമീങ്ങളും മഗ്രിബ് നിസ്കരിച്ച് നിന്ന് നിൽപ്പിൽ ഇരിക്കാൻ പോലും ഇടമില്ലാതെ എന്റെ അനുജന്മാര് ദൂരെ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്നതിന് നീ സാക്ഷിയല്ല റബ്ബേ. ഹബീബായ തങ്ങളുള്ള മഹബ്ബത്തല്ലാതെ ഈ നിൽക്കാൻ ഇവിടെ പേരിപ്പിച്ചിട്ടില്ലെന്ന് നിനക്കറിയാമല്ലോ റഹ്മാനെ. നീ സദസ്സു സ്വീകരിക്കണേ അല്ലാഹ്, ഈ സദസ്സ് നീ സ്വീകരിക്കണേ അല്ലാഹ്. നബി തങ്ങൾ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് യഖീനുണ്ട്. അവിടത്തേക്ക് പറ്റാത്ത, അവിടത്തേക്ക് ഇഷ്ടപ്പെടാത്ത പലതും ചെയ്തു പോയിട്ടുണ്ട് റബ്ബേ, പലതും പറഞ്ഞു പോയിട്ടുണ്ട് റബ്ബേ, പലതും മനസ്സിൽ ചിന്തിച്ചു പോയിട്ടുണ്ടല്ലാ. നിക്കാരമല്ല റബ്ബേ, കഴിവുകേടാണ്. സാധുക്കളായ തെമ്പാടികൾ ഈ മഹത്തായ മജ്ലിസിൽ നിന്ന് അലിമീങ്ങളെ സാക്ഷി നിർത്തി, സയ്യിദന്മാരെ സാക്ഷി നിർത്തി ഞങ്ങളെ നെഞ്ചിലേക്ക് തുറന്നു വരുന്നു അല്ലാഹ്. ഒരു പക്ഷേ താഹിറിന്റെ അവസാനത്തെ പ്രസംഗമാവാം. നാളെ താഹിറുണ്ടോ അറിയില്ല, കേൾക്കാൻ നിങ്ങളുണ്ടോ അറിയില്ല. ഇന്നത്തെ രാത്രി ഒരു പക്ഷേ നമ്മുടെ അവസാനത്തെ രാത്രിയാവാം റബ്ബേ. അമല് ഞങ്ങളെ കയ്യിലില്ല, ഒരുപാട് പാകപ്പെടുകളുണ്ട്. പേടിയുണ്ട് നിന്റെ സവിധത്തിലേക്ക് വരാൻ, കൊതിയുണ്ട് ഞങ്ങളെ ഹബീബിനെ കാണാൻ. ഈ മജ്ലിസിലെ ഏതെങ്കിലും ഒരു മുഅ്മിനായ മനുഷ്യന്റെ ദുആഇന്റെ ഫലമായി തെമ്മാടികളായ ഞങ്ങൾ ചെയ്തു പോയ എല്ലാ ചെറുതും വലുതുമായ ദോഷങ്ങളെ വിട്ടുപുറത്തു മാഫാക്കി തരണേ അല്ലാഹ്. ദോഷികളായി ഞങ്ങളെ മരിപ്പിക്കല്ല റബ്ബേ, ദോഷങ്ങളിലേക്ക് ഞങ്ങളെ മടക്കല്ല റബ്ബേ, ഞങ്ങളിലേക്ക് ഞങ്ങളെ ഏൽപ്പിക്കല്ല റബ്ബേ. ജനങ്ങൾ ഞങ്ങളെ കുറിച്ച് ഖൈറ് മനസ്സിലാക്കുന്നു, നാട് നീളെ ഖൈറ് പറഞ്ഞ് നടക്കുന്നു. ഞങ്ങളെ സ്വകാര്യ ജീവിതം വൃത്തിയില്ലല്ലോ അല്ലാഹ്. നീ അല്ലാഹുൽ റബ്ബേ, മാപ്പ് നൽകിയാൽ ആരും തടയാനില്ലല്ലോ. നബി തങ്ങളെ ഞങ്ങൾ സ്നേഹിച്ചിട്ടുണ്ട് റബ്ബേ. അള്ളാന്റെ ഹബീബ് സാധാരണ മനുഷ്യനാണെന്ന് പറഞ്ഞു മതി വരാഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദിവസം 100 തെറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു തെറ്റി വരാഞ്ഞിട്ട് പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചീഞ്ഞു നാറി ദുർഗന്ധം വമിച്ചു ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി നശിച്ചു പോയിരിക്കുന്നു എന്ന് പച്ച മലയാളത്തിലേക്ക് വിടുന്നവരോട് വെറുപ്പ് വന്നിട്ടുണ്ട് അല്ലാഹ്. നീ അതിന് സാക്ഷിയാണ് റബ്ബേ. ഞങ്ങളെ സകല പ്രവർത്തനങ്ങളും അറിയുന്ന റഹ്മാനെ, ഞങ്ങൾക്ക് മാഫ് നൽകണേ അല്ലാഹ്, മാഫ് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ദോഷങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ